ആർക്കും അറിയില്ല. വളരെ റെയർ ആയിട്ട് മാത്രമാണ് മാർക്കറ്റിംഗ് ഫണൽ എന്താണെന്ന് ആളുകൾക്ക് അറിയുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഒരുവിധം എല്ലാവർക്കും മാർക്കറ്റിംഗ് ഫണൽ എന്താണെന്ന് അറിയാം. പക്ഷെ അതിന്റെ എക്സിക്യൂഷൻ സൈഡിലോട്ട് വരുമ്പോ പണ്ട് മാനുവലി ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ അവയർനെസ് ആഡ് സെറ്റ് ചെയ്യണം, കൺസിഡറേഷൻ വേണ്ടിയുള്ള ആഡ് സെപ്പറേറ്റ് സെറ്റ് ചെയ്യണം, ലാൻഡിംഗ് പേജ് റീടാർഗറ്റ് ചെയ്യണം, അങ്ങനെ ഇൻഡിവിജ്വലി നമ്മൾ നല്ലപോലെ ചെയ്തിരുന്നു. എന്റെ ലൈഫിലെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത 2 കരിയർ ഒരു ഡിസിഷൻ ആയിരുന്നു. ഫസ്റ്റ് ഞാൻ അന്ന അലുമിനിയം, അതായത് അന്ന കിറ്റെക്സ് ഗ്രൂപ്പിന്റെ പെർഫോമൻസ് മാർക്കറ്റിംഗ്, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് എല്ലാം അവരുടെ ഡിജിറ്റൽ സ്റ്റാർട്ട് ചെയ്തത് ഞാനാണ്. There is a saying, അതായത് every business is downstream from leads. അതായത് ലീഡ്സ് എന്നാണ് എല്ലാ ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയും. കാരണം ലീഡ്സ് വരാത്തടത്തോളം ബിസിനസ് സസ്റ്റെയിൻ ചെയ്യില്ല. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറയുന്നത് ഡു യുവർ റിസർച്ച് വെൽ. ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ റിസർച്ച് ആണ്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ദ ബിസിനസ് വർക്ക്സ്. സോ വെൽക്കം ബാക്ക് ടു ദ സ്പേസ്. ഇന്ന് നമ്മോടൊപ്പം അനന്തുണ്ട്. അനന്തുവിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഹീസ് എ വെരി എക്സ്പീരിയൻസ്ഡ് പെർഫോമൻസ് മാർക്കറ്റർ. കിറ്റെക്സിലും ബൈജൂസിലും എൻട്രിയിലൊക്കെ തുടങ്ങി ഇന്ന് പല ബ്രാൻഡ്സിനായിട്ട് ക്രോർസ് ഓഫ് റുപ്പീസ് സ്പെൻഡ് ചെയ്തിട്ട് പരിചയമുള്ള, സ്പെസിഫിക്കലി ഗൂഗിൾ ആഡ്സിൽ സ്പെൻഡ് ചെയ്തിട്ട് പരിചയമുള്ള ഒരു പെർഫോമൻസ് മാർക്കറ്ററാണ്. നമ്മുടെ വൺ ഓഫ് ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് മെൻറ്റേഴ്സിൽ ഒരാൾ കൂടിയാണ്. ആൻഡ് സോ ഫാർ ഏകദേശം ഒരു 1000 സ്റ്റുഡൻസിൻ്റെ അടുത്ത് മെൻറ്റർ ചെയ്യാനായിട്ടുള്ളൊരു പോസിബിലിറ്റിയും ഒരു ഓപ്പർച്യൂണിറ്റിയും നമുക്കും അനന്തുവിനും ഉണ്ടായിട്ടുണ്ട്. സോ അനന്തു, താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. I am really excited to be here. One of the favorite mentors at Hacka. And so തുടങ്ങേണ്ടിയിട്ടായിട്ട് നമുക്ക് let's go back to the journey you started 2017 or 18 ടൈം ലൈനിൽ. അന്ന് നമ്മൾ തമാശക്കാണെങ്കിലും പറയും കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത് പോലും ആൾക്കാർ കേട്ടിട്ടുള്ളത്. പലരുടെയും വിചാരമാണ് അതിന് ശേഷമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വന്നിട്ടുള്ളത് എന്നുള്ളത്. സോ 2017-18 എന്നൊക്കെ പറയുന്നത് ആൾക്കും പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്നുള്ളത് വൈഡ്ലി കേട്ടിട്ട് പോലും ഇല്ല. How did you start? എങ്ങനെയാണ് തുടങ്ങണേ? സോ 2017 ടൈമിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തെങ്കിലും നമ്മളെ കേരളത്തിൽ അല്ലെങ്കിൽ സ്പെസിഫിക്കലി നമ്മുടെ ജോഗ്രഫിയിൽ ഇത് വലിയ രീതിക്ക് ആളുകൾ, അതായത് ബിസിനസ്സുകളാണെങ്കിലും പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാണ്ടിരുന്ന ഒരു ഏരിയ തന്നെയാണ്. ബാങ്കിൽ ക്യാഷ് വന്നാൽ അവര് വിശ്വസിക്കും. ആ ഒരു സിനാരിയോ തന്നെ ആയിരുന്നു അന്നും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കുറെ അധികം സെഗ്മെന്റ് എടുക്കുവാണെങ്കിൽ, ഇപ്പൊ ടോട്ടൽ കേരളം നോക്കുവാണെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെ. ആ ഒരു ടൈമില് ഒരു ട്രെയിനി ആയിട്ട് ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ കയറുവാണ്. അന്ന് എനിക്കിങ്ങനെ എന്തെങ്കിലും ഒരു കരിയർ, അത് ബിടെക് കഴിഞ്ഞു, അപ്പൊ പെട്ടെന്ന് തന്നെ ജോബ് കിട്ടിയില്ല. അപ്പൊ എന്തെങ്കിലും ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള രീതിക്ക് കയറുവാണ് ട്രെയിനി ആയിട്ട്. അപ്പൊ എന്ത് പഠിച്ചേ? ഇപ്പൊ ഞാൻ ചോദിക്കാനുള്ള വേറെ റീസൺ കൂടി ഉണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ അറ്റ് ദ മൊമെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ആർ സോ മെനി കോഴ്സസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് തന്നെ പെർഫോമൻസ് മാർക്കറ്റിംഗിന്റെ അഡ്വാൻസ് പ്രോഗ്രാം ആൻഡ് ഓൾ ഇസ് ദെയർ. സോ യു ഹാവ് സ്ട്രക്ചേർഡ് കരിക്കുലം ആൻഡ് സ്റ്റഫ്. അന്ന് പഠിക്കാനോ മറ്റായിട്ടുള്ളൊരു സിസ്റ്റം കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോഴും ഓർമ്മയുണ്ട്, ആ ഒരു ടൈമില് ഞാനൊരു ട്രെയിനി ആയിട്ട് കയറി, ഗൂഗിളിൽ റെഫർ ചെയ്തു, യൂട്യൂബ് വീഡിയോസ് കണ്ടു. ഗൂഗിളിൽ അന്ന് ഗൂഗിൾ ഡിജിറ്റൽ ഗരാഷ് എന്ന് പറഞ്ഞായിരുന്നു. പ്രൊനൗൺസ് ചെയ്യുന്ന കറക്റ്റ് ആണോന്നല്ലേ, ഇപ്പൊ ഡിജിറ്റൽ അൺലോക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു ഗൂഗിളിന്റെ. ഇപ്പൊ ഗൂഗിളിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞൊരു ഫ്രീ കോഴ്സ് ആയി. ഈ ഒരു കോഴ്സിൽ നിന്നാണ് ഞാൻ ഫസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളൊരു ഇൻഡെപ്ത് ഇത് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ ഇതിൽ ട്രൈ ഔട്ട് ചെയ്തു, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ തന്നെ ഒരു SEO എക്സിക്യൂട്ടീവ് ആയിട്ട് ജോയിൻ ചെയ്തു. SEOയുടെ ബേസിക്സ് പറഞ്ഞു. പതിയെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആ സൈഡിലോട്ട് വന്നു. പിന്നീടാണ് ഇതിനെക്കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് വന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഫണൽ, മാർക്കറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത് എല്ലാവരെയും അമ്യൂസ് ചെയ്തിരുന്ന ടൈം ആയിരുന്നു. ആർക്കും അറിയില്ല, വളരെ റെയർ ആയിട്ട് മാത്രമാണ് മാർക്കറ്റിംഗ് ഫണൽ എന്താണെന്ന് ആളുകൾക്ക് അന്ന് അറിയുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഒരുവിധം എല്ലാവർക്കും മാർക്കറ്റിംഗ് ഫണൽ എന്താണെന്ന് അറിയാം. പക്ഷെ അതിന്റെ എക്സിക്യൂഷൻ സൈഡിലോട്ട് വരുമ്പോ പണ്ട് മാനുവലി ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ അവയർനെസ് ആഡ് സെറ്റ് ചെയ്യണം, കൺസിഡറേഷൻ വേണ്ടിയുള്ള ആഡ് സെപ്പറേറ്റ് സെറ്റ് ചെയ്യണം, ലാൻഡിംഗ് പേജ് റീടാർഗറ്റ് ചെയ്യണം, അങ്ങനെ ഇൻഡിവിജ്വലി നമ്മൾ നല്ലപോലെ ചെയ്തിരുന്നു. ഇപ്പോ എൻ്റയർ സിസ്റ്റം തന്നെ ഈ മാർക്കറ്റിംഗ് ഫണല് കംപ്ലീറ്റ്ലി എടുക്കുന്നത്. ഇപ്പൊ ഗൂഗിൾ ആഡ്സിന്റെ PMAX പറയുകയാണെങ്കിൽ അത് ഫുൾ ഫണൽ ആഡ് എന്ന് പറയാം. അത് അവയർനെസ് മുതൽ കൺവേർഷൻ വരെ ആ ഒരൊറ്റ ക്യാമ്പയിൻ, നമ്മളൊരു PMAX ക്യാമ്പയിൻ, പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ സെറ്റ് ചെയ്താൽ മതി, എല്ലാം സെറ്റ് ചെയ്യും. സോ ആ ഒരു ടൈമിലോട്ട് നോക്കുവാണെങ്കിൽ, പഴയ നേരത്തെ വന്ന ചോദ്യത്തിലോട്ട് പറയാം, അന്ന് നോക്കുവാണെങ്കിൽ ജസ്റ്റ് എനിക്ക് ഇപ്പോഴും മാർക്കറ്റ് ഇത്രത്തോളം മാറിയെന്ന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു വലിയൊരു ബിൽഡേഴ്സ് ആണ്, പേര് പറയുന്നില്ല, അവരുടെ അടുത്ത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോ അന്ന് നമ്മൾ പിച്ച് ചെയ്തത് എന്താണെന്നറിയോ? 5 പോസ്റ്റ് മാസം, 2 വീഡിയോ. അന്ന് പിച്ച് ചെയ്ത വോട്ടാണ് ഒരു റീറ്റെയിനർ ഫീ. പക്ഷെ ഇപ്പൊ പോയാലോ,
ഇപ്പോ അവിടെ, അതായത് ഈ പറയുന്ന ബിൽഡേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സ് ഇങ്ങോട്ട് പറയും ഇതുകൊണ്ടെന്ന് ഞങ്ങൾക്ക് പറ്റില്ല, ഇതിങ്ങനെയല്ല ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് എന്നോട് ഇങ്ങോട്ട് പറയാം. നോർമൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ല, പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്തു എന്ന് പറയാം. സോ ഒരു ക്വസ്റ്റ്യൻ കൂടെ അതിലേക്ക് ആഡ് ചെയ്യാണ്. അതായത് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനി ആയിട്ട് കയറാണ്. അവിടുന്ന് SEO എന്താന്നുള്ളത് അറിയാണ്, പിന്നെ അവിടെ സോഷ്യൽ മീഡിയ എക്സ്പ്ലോർ ചെയ്യാണ്, പലതും എന്താ പറയാ എക്സ്പ്ലോർ ചെയ്യാണ്. ആൻഡ് അവിടുന്ന് പെർഫോമൻസ് മാർക്കറ്റിലേക്കുള്ള ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ് നടക്കണേ? ഓക്കെ, സോ എന്റെ ലൈഫിലെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത 2 കരിയർ ഒരു ഡിസിഷൻ ആയിരുന്നു. ഫസ്റ്റ് ഞാൻ അന്ന അലൂമിനിയം, അതായത് അന്ന കിറ്റെക്സ് ഗ്രൂപ്പിന്റെ പെർഫോമൻസ് മാർക്കറ്റിംഗ്, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് എല്ലാം അവിടെ ഡിജിറ്റൽ സ്റ്റാർട്ട് ചെയ്തത് ഞാനാണ്. അപ്പൊ അവരുടെ അതൊരു ട്രഡീഷണൽ ബിസിനസ് ആണ്, കുറച്ചും കൂടി ഒരു സിസ്റ്റം ഉണ്ട്. കറന്റ് മാർക്കറ്റിൽ ഓൾറെഡി ബ്രാൻഡ് വാല്യൂ ഉണ്ട്, എനിക്കത് ഹാർനസ് ചെയ്താൽ മതി. നമുക്കൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെയാണ് ഇ-കൊമേഴ്സ് ചെയ്യുന്ന കിറ്റെക്സ് ലൈഫ് സ്റ്റൈൽ, അതായിരുന്നു പേര്, ഒരു മെജൻഡു പ്ലാറ്റ്ഫോമിൽ ബിൽഡ് ചെയ്തത്. അപ്പൊ അത് അവിടെ നിന്നൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് ദ റിയൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു എൻട്രി ആപ്പിലോട്ട് ജോയിൻ ചെയ്യുന്നതായിരുന്നു എന്റെ റിയൽ ഗ്രോത്ത്. അതൊരു സ്റ്റാർട്ടപ്പ് ആണ്, ബേസിക്കലി ഒരു സ്റ്റാർട്ടപ്പ്, എന്താ പറയുക, എക്സ്പോഷർ ഒരു ഡിജിറ്റൽ മാർക്കറ്റിന്റെ, വെദർ ഇറ്റ്സ് ആൻ ഏജൻസി ഓർ ലൈക് വാട്ട് എവർ സ്റ്റാർട്ടപ്പ് ഇറ്റ് ഈസ്, ആ ഒരു എക്സ്പോഷർ ആണ് ഒരു ഫുൾ ഫ്ലെജിൽ നമ്മളെ ഒന്ന് പുഷ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് അതിനുവേണ്ടി ഇൻപുട്ട് ഇട്ടു, അതായത് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തു, കുറെ കാര്യങ്ങൾ പഠിച്ചു. പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു 360 ഡിഗ്രിയിൽ എനിക്ക് വർക്ക്ഔട്ട് ആയതും പഠിക്കാൻ പറ്റിയതും ആ ഒരു സ്റ്റേജിലാണ്. പിന്നീട് കിംസ് ഹെൽത്തിലോട്ടുള്ള ഒരു ജേണി ആയിരുന്നു. കിംസിൽ വന്നപ്പോഴും ഞാൻ തന്നെയാണ് അവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫൗണ്ടേഷൻ ലെയിൻ ചെയ്തത്. ആൻഡ് ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത്, ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വരെയും ഇപ്പോഴും അവിടെ നല്ല രീതിക്ക് റവന്യൂ വരുന്നുണ്ട്. എല്ലാവരും എന്നോട് ചോദിക്കും കേട്ടോ, ഈ ഹോസ്പിറ്റലിൽ എന്തിനാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ്? ഓഫ് കോഴ്സ്, ലൈക്ക് അറ്റ് ദ എന്താ പറയാ, ഒരു ബേസിക് ലെവലിൽ നോക്കുവാണെങ്കിൽ അതും ഒരു ബിസിനസ് മോഡലാണ്. ഒരു റവന്യൂ ജനറേഷൻ ഉണ്ട്, അത് സസ്റ്റൈനബിൾ അത് സസ്റ്റൈൻ ആയാലേ, റവന്യൂ ജനറേറ്റ് ചെയ്താലേ അതിന് സർവൈവ്. എവറി ബിസിനസ് ഇസ് ഡൗൺ സ്ട്രീം ഫ്രം ലീഡ്സ്. അതായത് ലീഡ്സ് എന്നാണ് എല്ലാ ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയും. കാരണം ലീഡ്സ് വരാത്തടത്തോളം ബിസിനസ് സസ്റ്റൈൻ ചെയ്യില്ല എന്നുള്ള സാധനമാണ്. ദാറ്റ്സ് സോ ട്രൂ. സോ നമ്മള് we were just talking about ഒരു പുതിയ ബ്രാൻഡ് വന്നു കഴിഞ്ഞാല് ഈ പോഡ്കാസ്റ്റിന് മുന്നേ എന്തൊക്കെ ചെയ്യുന്നുണ്ട് പലർക്കും സംഭവം അറിയില്ല എന്നുള്ളതൊക്കെ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മുന്നേക്കെ ആണെന്നുണ്ടെങ്കിൽ പോയിട്ട് നമ്മൾ 5 പോസ്റ്റ് ചെയ്യുന്നു, 10 പോസ്റ്റ് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നൊക്കെ പറയും. അതാണ് അത് ഇന്നും ഭയങ്കര അത്ഭുതമാണ്. ഇന്നലെ ഞാനൊരു ഹയറിംഗ് പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. വി ആർ ലുക്കിംഗ് ഫോർ എ ഡിജിറ്റൽ മാർക്കറ്റർ. ഓക്കെ, ഇതാണ് അവിടെ ഡിസ്ക്രിപ്ഷനിലോട്ട്, കുറച്ചും കൂടെ ഒരു വീഡിയോ ആണ്, അതിനകത്ത് പോയി കഴിഞ്ഞാൽ പറയുന്നത് someone who can present, manage social media എന്നുള്ളതൊക്കെ. ഇന്നും പല ആൾക്കാരും വിചാരിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റർ എന്ന് വെച്ചൊരു അത് പലവിധ സാധനങ്ങളുണ്ട്. ഇന്നൊരു ആഡ് റൺ ചെയ്യുന്നതിന് മുന്നേ ഒരു ബ്രാൻഡ് ആയിട്ട് ഇരിക്കുകയാണ്, റൈറ്റ്? വാട്ട് ഡു യു ഡു? എന്താ ചെയ്യണേ? ലൈക്ക് ഹൗ ഇസ് ദ പിച്ച്, എവറിത്തിങ്? ഭയങ്കര ഒരു കോർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണത്. വളരെ കോറായിട്ട് എനിക്ക് വേണമെങ്കിൽ മണിക്കൂറുകളോളം എടുത്ത് ഇപ്പൊ എന്റെ പെർഫോമൻസ് മാർക്കറ്റിംഗ് സ്റ്റുഡൻസിന് ഞാൻ സ്ട്രെസ് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറയുന്നത് ഡു യുവർ റിസർച്ച് വെൽ. ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ റിസർച്ച് ആണ്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ദ ബിസിനസ് വർക്ക്സ്. കൃത്യമായിട്ട് അറിയണം എവിടെ നിന്ന് റവന്യൂ വരുന്നു. അപ്പൊ ഞാൻ റിസർച്ച് ബേസിൽ വരുമ്പോൾ 4 ടൈപ്പ് ഓഫ് റിസർച്ച് എന്നാണ് പറയാറ്. ദ ഫസ്റ്റ് വൺ ഈസ് ദി പ്രൊഡക്റ്റ് റിസർച്ച്. അവരുടെ പ്രൊഡക്റ്റ്, അവരുടെ ബിസിനസ്, അവരുടെ സർവീസ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് ക്ലാരിറ്റി വേണം. അതില്ലാണ്ട് നമുക്ക് എടുക്കുന്ന പെർഫോമൻസ് മാർക്കറ്റിംഗ്, whenever we like agree a client with performance marketing, അത് പെർഫോമൻസ് മാർക്കറ്റിംഗ് റെഡി ആണോ ബിസിനസ് എന്നുള്ളതാണ്. അപ്പോ ആ റിസർച്ചുകളിൽ കൂടെ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമുക്ക് സെറ്റപ്പ് ഫേസ് വേണോ. എല്ലാവരും എന്നോടൊന്ന് പറയും, can you do performance marketing for me? പെർഫോമൻസ് മാർക്കറ്റിംഗ് ഇനീഷ്യലി ഒരു സ്വിച്ച് ഇട്ട് ലൈറ്റ് വരുന്ന പോലെ വർക്ക് ചെയ്യുന്നതല്ല. നമുക്കൊരു പ്രോപ്പർ സ്ട്രക്ചർ വേണം. ലീഡ് വന്നാൽ അതിനെ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റം വേണം. ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 4 റിസർച്ച് എന്ന് പറഞ്ഞാൽ, ദ ഫസ്റ്റ് വൺ ഈസ് പ്രൊഡക്റ്റ് റിസർച്ച്, പ്രൊഡക്റ്റ് ഓർ സർവീസ്, ആൻഡ് വി നീഡ് ടു നോ കംപ്ലീറ്റ്ലി അബൌട്ട് വാട്ട് സർവീസ് വി ഷുഡ് പുഷ്. അതിൽ ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റ് ഏതാണ്, അതിൽ ഏതാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്, ഏത് ഫോക്കസ് ചെയ്താൽ എനിക്ക് റവന്യൂ പ്രോഫിറ്റ് കൂടുതൽ കിട്ടും, ഏതെനിക്ക് എളുപ്പത്തിൽ സെൽ ചെയ്യാൻ പറ്റും, അങ്ങനെ അറിയണം. സെക്കൻഡ് ഈസ് ദി ഓഡിയൻസ് റിസർച്ച്. ഇത് വാങ്ങിക്കുന്നവരെ കുറിച്ച് നമുക്കൊരു ധാരണ, അവരുടെ ബിഹേവിയർ എന്താണ്, അവർ എവിടേക്കാണ് ഉള്ളത്, ഇൻട്രസ്റ്റ്. അപ്പൊ കറന്റ്ലി നമുക്ക് ഈ പറയുന്ന വന്നുകൊണ്ട് ഇതെല്ലാം വളരെ എളുപ്പമാണ്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് എ ഹ്യൂമൻ ഓൺ ദി അദർ സൈഡ്.
നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് നമ്മുടെ ലൈക്ക് അവർ എന്ന് പറയുന്ന ഒരു കോ പൈലറ്റ് എന്ന് പറയാം. ഈ ഒരു കോ പൈലറ്റിന് നമ്മൾ ഗൈഡ് ചെയ്യുന്ന പോലെ ആള് വരുള്ളൂ. നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനാണ് ആള് റിസൾട്ട് വരുന്നത്. കംപ്ലീറ്റ് സ്ട്രക്ചർഡ് ആൻസർ ഒരിക്കലും തരില്ല. എപ്പോഴും നമ്മുടെ സ്ട്രാറ്റജി ആ കോഗ്നിറ്റീവ് എബിലിറ്റി പ്യൂർ ആയിട്ട് അവിടെ വേണം. So third one is the market research and fourth one is the competitor research. അപ്പോൾ മാർക്കറ്റ് റിസർച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു എക്സാമ്പിൾ എടുത്ത് പറയാം. പറഞ്ഞാലോ? ഓക്കെ. സോ കിംസ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ, കിംസ് ഹെൽത്ത് എന്നാണ് ബ്രാൻഡ് നെയിം, നമ്മൾ എല്ലാവരും വൈഡ്ലി നോൺ ആസ് കിംസ്. ഹോസ്പിറ്റലിന് വേണ്ടി അഡ്വർടൈസ്മെന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞു ഓൾ കേരള അഡ്വർടൈസ്മെന്റ് സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ടാർഗറ്റ് റിസർച്ച് ചെയ്യാണ്ട് ഞാൻ ഓൾ കേരള അഡ്വർടൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എന്റെ ബഡ്ജറ്റ് അവിടെ എക്സോസ്റ്റഡ് ആവുള്ളൂ. എനിക്ക് റിസൾട്ട് വന്നില്ലെങ്കിൽ ഫസ്റ്റ് മാനേജ്മെന്റ് ഡൗട്ട് ചെയ്യാൻ പോകുന്ന എന്റെ കേപ്പബിലിറ്റിനെ. എല്ലാ ബിസിനസ്സുകൾക്കും പറ്റുന്ന ഒരു കാര്യം പെർഫോമൻസ് മാർക്കറ്ററിന്റെ ഇഷ്യൂ ആണ്. അല്ല, അവിടെ പ്രോപ്പർ റിസർച്ച് നടന്നിട്ടില്ല. നമുക്ക് റിസർച്ച് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അപ്പൊ കിംസ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റല് സൗത്ത് ഓഫ് കേരള എന്ന് പറയുന്നത് ഏറ്റവും ബോട്ടം ട്രിവാൻഡ്രം ഏരിയയിലുള്ളതാണ്. അവിടെ ഒരു ടോപ്പ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കിംസ് ഹെൽത്ത് തന്നെയാണ്. ബട്ട് വെൻ വി ലുക്ക് അറ്റ് ദി ജോഗ്രഫി, കേരള മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഇറ്റ് സ്ട്രാറ്റജിക്കലി ആ ഒരു നല്ലൊരു പൊസിഷൻഡ് ആണ് ഹോസ്പിറ്റല്. നോക്കുവാണെങ്കിൽ സെൻട്രൽ പാർട്ട് ഓഫ് കേരള നോക്കുക, വി ഹാവ് ലോട്ട് ഓഫ് ഹോസ്പിറ്റൽസ് ദെയർ. ആസ്റ്റർ ഉണ്ട്, ലേക്ഷൂർ ഉണ്ട്, ലൈക് അമൃതയുണ്ട്, രാജഗിരി ഉണ്ട്. അപ്പൊ നോൾ കേരള ആഡ് റൺ ചെയ്തിട്ട് നോർത്തിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിലോട്ട് ഒരിക്കലും കവർ ചെയ്ത് വരില്ല. അവിടെയാണ് പ്രൊഡക്റ്റ് റിസർച്ച് വരുന്നത് ഫോർ റെയർ സർജറീസ് ലൈക്ക് സ്കോളിയോസിന്റെ സർജറി, പിന്നെ പറയുകയാണെങ്കിൽ ഇന്റർവെൻഷണൽ ന്യൂറോ റേഡിയോളജി, അതേപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആളുകൾ വേണമെങ്കിൽ വരും. കാര്യം സ്പെഷ്യലൈസേഷൻ ആണ് അവർ നോക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ആളുകൾ വരണമെന്നില്ല. ഈ സെൻട്രൽ പാർട്ടിൽ ഞാൻ വെറുതെ പോയി ഓൾ കേരള അഡ്വർടൈസ് ചെയ്തിട്ട് എന്റെ ബഡ്ജറ്റ് അവിടെ എക്സോസ്റ്റഡ് ആവുള്ളൂ. എനിക്ക് റിസൾട്ട് വന്നില്ലെങ്കിൽ എന്റെ വെരിയൻ എൻഡ് ഓഫ് ദി ഡേ എല്ലാവരും എന്നെ ബ്ലെയിം ചെയ്യും. അപ്പൊ ആ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ലൈക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് സൗത്ത് ഓഫ് കേരള, നിയർ ബൈ ഡിസ്ട്രിക്ട് സൗത്ത് ഓഫ് കേരള എന്ന് പറയാം. വീണ്ടും ഒന്നും കൂടി നോക്കിയപ്പോൾ മനസ്സിലായി നമുക്ക് സൗത്ത് ഓഫ് കേരള മാത്രമല്ല സൗത്ത് ഓഫ് തമിഴ്നാട് നമ്മുടെ വളരെ അടുത്ത് കിടക്കുന്നതാണ്. അവിടെ ഓഡിയൻസ് റിസർച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും തമിഴ് സ്പീക്ക് ചെയ്യുന്ന അവിടത്തെ ആളുകൾക്ക് മലയാളികൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഹൈ പൊസിഷനിൽ കുറച്ചും കൂടി വിവരമുള്ളവര്. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ സർവീസ് എന്ന് പറയുന്നത് ഒരു ഹൈ ട്രസ്റ്റ് ഡ്രിവൻ സർവീസ് ആണ്. അവിടെ നോളജിന് ഭയങ്കര ഇമ്പാക്ട് ഉണ്ട്. ഇപ്പൊ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഹീറോ ഡോക്ടേഴ്സ് എന്നാണ് നമ്മൾ പറയാറ്. ചില ഡോക്ടേഴ്സിന് അവിടെ നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടില്ല. എല്ലാ കലണ്ടർ ഡേയ്സിലും ബുക്ക്ഡ് ആയിരിക്കും. കുറെ നാൾക്ക് മുന്നേ ബുക്ക് ചെയ്യണം. അപ്പൊ അത്രയും ഫേമസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് ഇമ്പാക്ട് അവിടെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിയാലേ എനിക്ക് റൈറ്റ് ടൈമിൽ ആരെ എവിടെ അഡ്വർടൈസ് ചെയ്ത് അവിടെ ലീഡ് കൊണ്ടുവരാൻ പറ്റും, റവന്യൂ കൊണ്ടുവരാൻ പറ്റും എന്ന് മനസ്സിലാവുള്ളൂ. So that's all about the research. I think this all goes back to the fundamentals of the business. Marketing അല്ല ബിസിനസ് എന്നുള്ളതാണ്. കാരണം അതായത് നമ്മുടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക പല ബിസിനസ്സുകളായിക്കോട്ടെ, ദ നോട്ട് റിയലി വറീഡ് അല്ലെങ്കിൽ കൺസേൺ അബൌട്ട് ദ ഫണ്ടമെന്റൽസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ലിറ്ററലി പറയാന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റിന് എന്ത് പ്രൈസ് ഇടണമെന്ന് തീരുമാനിക്കുന്നത് പോലും ഇവർ എത്ര ചാർജ് ചെയ്യും നമുക്ക് ഇത്ര ചാർജ് ചെയ്യുന്നുള്ളതാണ്. അവിടെ കോസ്റ്റിങ്ങോ P&L നത്തിങ് ഈസ് ഇൻ പിക്ചർ. സെയിം വേ ഇപ്പൊ നമുക്ക് ലീഡ്സ് കൊടുക്കാം. പല ബിസിനസ്സുകൾക്കും ലീഡ്സ് വന്ന ആ ലീഡ്സ് മാനേജ് ചെയ്യാൻ ഒരു സെയിൽസ് ടീം പോലും ഉണ്ടാവില്ല. വൺസ് പോട്ടെ ഇനി ഇതും ആയിരിക്കില്ല, ഇനി ലീഡ്സ് വന്ന ആ ലീഡ്സിനെ ടേക്ക് കെയർ ആയിട്ട് ചിലപ്പോൾ ഒരു CRM ഉണ്ടാവില്ല, പോട്ടെ ഒരു ഗൂഗിൾ ഷീറ്റ് പോലും ഉണ്ടാവില്ല. സോ ഇറ്റ്സ് ഓൾ ഫണ്ടമെന്റൽസ് ഓഫ് ബിസിനസ് യു ആർ ടോക്കിംഗ് അബൌട്ട്. ഈ ഫണ്ടമെന്റൽസ് മനസ്സിലാക്കുക എന്നുള്ളത് നൗ ഐ വിൽ ആസ്ക് എ വെരി ബേസിക് ക്വസ്റ്റ്യൻ, എത്ര ഇമ്പോർട്ടന്റ് ആണ്? അണ്ടർസ്റ്റാൻഡിങ് ഈസ് ദി ഫസ്റ്റ് തിങ് ആൻഡ് എക്സിക്യൂഷൻ ഈസ് ദ സെക്കൻഡ്. രണ്ടും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലാക്കി വെച്ചിട്ട് തിങ്ക് ചെയ്ത് വെച്ചിട്ട് മാത്രം കാര്യമില്ല, എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂഷൻ പാർട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോ എന്തായാലും ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി പ്രഷർ കൊണ്ട് നമ്മൾ എന്തായാലും ചെയ്യും. ബട്ട് ദ ഫസ്റ്റ് പാർട്ട് അതില്ലാണ്ട് നമ്മൾ എത്ര ട്രൈ ചെയ്താലും നമുക്ക് കിട്ടില്ല. ഒരു പെർസെന്റേജ് ലെവലിൽ എനിക്ക് എങ്ങനെ പറയണമെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ്സ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ്, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. നമുക്ക് വേണമെങ്കിൽ യൂണിറ്റ് എക്കണോമിക്സ് എന്ന് പറയാം, കുറച്ചും കൂടി മാർക്കറ്റിംഗ് ടേംസിൽ പറയും. ഇതെന്തായാലും അറിഞ്ഞിരിക്കണം. ഓൺടർപ്രണേഴ്സ് എന്തായാലും അറിഞ്ഞിരിക്കണം. പെർഫോമൻസ് മാർക്കറ്റേഴ്സ് ഇത് അറിയാമെങ്കിൽ അവർക്ക് പ്രോപ്പർ ആയിട്ട് ഈ ചാനലിനെ ഗൈഡ് ചെയ്യാൻ പറ്റും. എവിടെ പ്രോപ്പർ ആയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യണം, എന്താണ് വർക്ക് ചെയ്യാത്തത്, എന്താണ് നമുക്ക് ഇനി ചെയ്യേണ്ടത്, എങ്ങനെ ബഡ്ജറ്റ് സ്കെയിൽ ചെയ്യും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് കയറി വരും. തീർച്ചയായിട്ടും. അത് there are so many things നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. We can talk about CAC, we can talk about ROI, ROAS എല്ലാം സംസാരിക്കാം. പക്ഷെ അവിടെ ഒന്നും പോണില്ല. പക്ഷെ I think I'll put it this way, സമ്മറൈസ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ ബിഫോർ വർക്കിംഗ് ഓൺ increasing your marketing spend, I think work on understanding your business model
ആൻഡ് ഇംപ്രൂവിങ് ദ ബിസിനസ് മോഡൽ എന്നാണെങ്കിൽ പറയാം. അടിപൊളി. സോ നൗ നമ്മൾ കുറേ അധികം അത് റിസർച്ചിനെ കുറിച്ചിട്ടും പിന്നെ അതേപോലെ തന്നെ ഫണ്ടമെന്റൽസിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതൊന്ന് സമ്മറൈസ് ചെയ്തിട്ട് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വൺ സൈസ് ഫിറ്റ് ഫോർ ഓൾ എന്നുള്ളത് നമുക്ക് ഒരിക്കലും പോസിബിൾ അല്ല. എന്നാലും ഇസ് ദർ ഇനി ഒരു ബേസിക് ഒരു ഫണൽ ബിൽഡ് ചെയ്യാൻ ദാറ്റ് ക്യാൻ ബി അപ്ലിക്കബിൾ ടു ഒരു മെജോറിറ്റി ഓഫ് ബിസിനസ്സിന് പറ്റുന്ന ഒരു സാധനമാണെങ്കിൽ അതെങ്ങനെയായിരിക്കും ഉണ്ടാവും? ഐഡിയ പഴയത് തന്നെയാണ്. അവയർനെസ്, കൺസിഡറേഷൻ ആൻഡ് കൺവേർഷൻ. ഇത് പല രീതിയിൽ പല കാലങ്ങളിലായിട്ട് പല രീതിയിൽ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ നടക്കുന്നു എന്ന് മാത്രം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത് കുറച്ച് ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മെറ്റ ആഡ്സും നല്ലപോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഫണൽ ഇംപ്ലിമെന്റേഷനിൽ വന്നിരിക്കുന്ന വ്യത്യാസം മാത്രം. ഈ ഫണല് അവയർനെസ് ഈ 3 സ്റ്റേജിൽ കൂടെ എങ്ങനെയെങ്കിലും നമ്മുടെ യൂസേഴ്സ് കടന്നു പോകുന്നുണ്ട്. നമ്മുടെ ഈ സെർച്ച് ബേസ്ഡ് ആണെങ്കിൽ പോലും സെർച്ച് ഇപ്പോൾ കറന്റ്ലി സെർച്ചിന്റെ ആ ഒരു എഫക്റ്റ് നല്ലപോലെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഒരു ബേസിക് ഫണൽ എന്നുള്ളതല്ല, ആളുകളുടെ മുന്നിൽ എത്തുക, നമ്മുടെ ബ്രാൻഡിനെ അവരെ കൺസിഡർ ചെയ്യുക, ലേറ്റസ്റ്റ് അവര് നമ്മുടെ ബ്രാൻഡിനെ ഓപ്റ്റ് ചെയ്യുക, ആക്ഷൻ എടുക്കുക. ഞാൻ കുറച്ചും കൂടെ ലെയ്മാൻ ടേംസിൽ എനിക്ക് മനസ്സിലാവില്ല, അതിനെ പോലെയുള്ള ആൾക്കാരുണ്ടാവുന്ന അറിയാം. പുട്ട് ഫോർവേഡ് ചെയ്യാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബിസിനസ് അല്ലെങ്കിൽ എൻ്റെ ഈ ബിസിനസ് ഉണ്ട് എന്നുള്ളത് ആദ്യം ഫസ്റ്റ് ആളെ അറിയണം. അറിയാത്ത പക്ഷം ഇപ്പം എനിക്കൊരു പ്രോബ്ലം, വേറൊരാൾക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാനൊരു സൊല്യൂഷൻ ആയിട്ട് ചിന്തിക്കുക പോലും ഇല്ല. രണ്ടാമത്തത് ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വൺസ് ഞാൻ ഉണ്ട് എന്നുള്ളത് ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് തിങ് ഇസ് എന്തിന് ഞാൻ എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവണം. വൺസ് എന്തിന് ഞാൻ എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അത് ഓക്കെ, എന്നാ പിന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുള്ളത്തേക്ക് എത്തണം. ഇത്രയാണ്. ഓക്കെ, അടിപൊളി. ഓക്കെ, നൗ സിമ്പിൾ ആയിട്ട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. മിക്ക പെർഫോമൻസ് മാർക്കറ്റേഴ്സിനും ഉണ്ടാകുന്ന ഒരു ഡൈലമയാണ്. ഇനി പെർഫോമൻസ് മാർക്കറ്റേഴ്സ് തന്നെ ആവണമെന്നില്ല, നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് ആൾക്കാരും വളരെ റോങ് ആയിട്ട് ചെയ്യിക്കുന്ന ഒരു സംഭവമാണ്. ഒരാളെ കൊണ്ട് തന്നെ കുറെ പണിയെടുപ്പിക്കും. ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്ററിനെ ഇപ്പോൾ എന്താ പറയാ, ഇപ്പോൾ ആഡ്സ് റൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പല ആൾക്കാരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ഇവർക്ക് അറിയാത്തൊരു സംഭവമാണ് എപ്പം ഒരു ക്യാമ്പയിൻ സ്കെയിൽ ചെയ്യണം അല്ലെങ്കിൽ എപ്പോൾ ഒരു ക്യാമ്പയിൻ സ്റ്റോപ്പ് ചെയ്യണം. ഇപ്പം മിക്ക ആൾക്കാരും ഏറ്റവും ബേസിക് ആയിട്ട് എടുക്കുന്ന ഒരു ലോജിക്കാണ്, ഒരു ആഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ വർക്ക് ആവുന്നു, അത് സ്കെയിൽ ചെയ്യാം, അത് വർക്കാവുന്നില്ല, അത് സ്റ്റോപ്പ് ചെയ്യാം. ഇതാണോ? അതല്ല, എപ്പോൾ സ്കെയിൽ ചെയ്യണം, എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. സെക്കൻഡ് തിങ്, ഇതിന് നമുക്കൊരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ പറയുവാണെങ്കിൽ ഇന്ന ബിസിനസ്സിന് ഇന്നത് വർക്ക്ഔട്ട് ആവുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ റീസെന്റ് ഒരു ക്ലയന്റിന് വർക്ക്ഔട്ട് ചെയ്ത സെയിം സ്ട്രാറ്റജി ഞാൻ വേറൊരു ക്ലയന്റിന് വർക്ക്ഔട്ട് ചെയ്തപ്പോൾ അതിന് വർക്കായില്ല. സോ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഒന്നുമില്ല. ബട്ട് ബേസിക് ആയിട്ട് അറിയേണ്ടത് എല്ലാവർക്കും മിസ് ഔട്ട് ആവുന്ന കാര്യമാണ്. സ്പെസിഫിക്കലി ഗൂഗിൾ ആഡ്സ് ഫോക്കസ് ചെയ്ത് പറയുകയാണെങ്കിൽ, നമ്മളൊരു അഡ്വർടൈസ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ലേണിംഗ് കർവ് ഉണ്ട്. മെറ്റയ്ക്ക് അത് കർവ് കുറവാണ്, പെട്ടെന്ന് റിസൾട്ട്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മെറ്റയിലോട്ട് സ്പെൻഡ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ബിസിനസ് മെറ്റയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെറ്റയ്ക്ക് കൂടുതൽ ലേണിംഗ് ഉണ്ട്. കുറെ ആളുകൾ സ്പെൻഡ് ചെയ്യുന്നു, കൂടുതൽ അവരുടെ ബഡ്ജറ്റ് യൂട്ടിലൈസ് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്നു. ഗൂഗിൾ ഇത്രയും നാൾ സെർച്ച് ഫോക്കസ്ഡ് ആയിരുന്നു. സെർച്ചിലാണ് അവര് അത് ഏറ്റവും ടോപ്പ് ആയിട്ട് റിസൾട്ട് കൊണ്ടുവന്നത്. ബട്ട് റൈറ്റ് നൗ സെർച്ച് എന്ന് പറയുന്നത് കുറച്ച് വെല്ലുവിളി നേരിടുന്ന ഒരു സ്ഥലമാണ്. AI മോഡ്, സമ്മറി, കുറച്ചും കൂടി ലോങ് ടെയിൽ കീവേഡ്സ്. അപ്പൊ PMax ഇപ്പൊ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. സ്ലോലി അത് ഉറപ്പായിട്ടും മെറ്റ പോലെ തന്നെ സ്ട്രോങ് ആയിട്ട് വരും. കാര്യം അവർക്ക് അതിനുള്ള ബാൻഡ്വിഡ്ത്ത് ഉണ്ട്, റിസോഴ്സ് ഉണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദെയർ പ്രയോറിറ്റി. അവർക്ക് റവന്യൂ വന്നുകൊണ്ടിരിക്കുന്ന 70% ഗൂഗിളിന്റെ റവന്യൂ ഇപ്പോഴും ഗൂഗിൾ ആഡ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സ്ഥലത്ത് അവർ എന്തായാലും PMax നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. സോ ഞാൻ വിട്ടുപോയി നമ്മുടെ ചോദ്യം. എപ്പോ സ്കെയിൽ ചെയ്യണം, എപ്പോ സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ ക്യാമ്പയിൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണെങ്കിൽ, ഗൂഗിളിലാണെങ്കിൽ നമ്മളൊരു മിനിമം 1 month ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ആ 1 monthനുള്ളിൽ നമുക്ക് ഒരിക്കലും മാജിക് നടക്കാൻ പോകുന്നില്ല. സിസ്റ്റം ലേൺ ചെയ്യുന്ന ടൈമാണ്. മെറ്റ ആണെങ്കിൽ നമുക്ക് 7 days to 14 days ഒരു നോർമൽ റിസൾട്ട് വന്നു തുടങ്ങും. നമുക്ക് അവിടെ എന്തെങ്കിലും ഇൻപുട്ട് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ബഡ്ജറ്റ് ഇൻക്രീസ് ചെയ്യേണ്ടത് എപ്പോഴാന്നുള്ളതിന് ഒരു റൂളുണ്ട്. 10% വെച്ച് നമ്മൾ ഇൻക്രീസ് ചെയ്യാവുള്ളൂ, മാക്സിമം 10%. അങ്ങനെ വീക്ക് ഓൺ വീക്ക് ആണോ, ഡെയിലി ആണോ? നമുക്ക് വീക്ക് ഓൺ വീക്ക് ഇൻക്രീസ് ചെയ്യാം. നമ്മൾ ഇൻക്രീസ് ചെയ്ത റിസൾട്ട് വരുന്നില്ല, നമുക്ക് അവിടെ കോസ്റ്റ് പെർ ലീഡ് സാച്ചുറേറ്റഡ് ആവുന്നുണ്ട്, നമുക്ക് റവന്യൂ നല്ലപോലെ ഇൻക്രീസ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഓഫ് കോഴ്സ് വി ഹാവ് ടു reduce the budget by 5% and slowly again increase by 10%. അപ്പൊ ബിസിനസ് ടു ബിസിനസ് ഇത് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യും. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 500 rupees ഡെയിലി സ്പെൻഡിനാണ്. അതായത് എനിക്ക് മന്ത്ലി ഏകദേശം 15,000 ആവറേജ് വരും.
ഈ ഒരു 15,000 ഞാൻ 10% വെച്ച് പോവുകയാണെങ്കിൽ എനിക്ക് വളരെ ഒരു ചെറിയ 1,500 ടോട്ടൽ വരുന്നുള്ളൂ. അങ്ങനെ ചെയ്യരുത്. കാര്യം ഈ 500 എന്ന് പറയുന്നത് നമുക്ക് ആഡ് റൺ ചെയ്യുമ്പോഴേ മനസ്സിലാവും എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മുടെ അഡ്രസ്സബിൾ മാർക്കറ്റ് ടോട്ടൽ ടാം എത്രയാണ്, ടാർഗറ്റ് ഓഡിയൻസ് എന്തോരം ഉണ്ട്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇത് സ്കെയിൽ ചെയ്യാൻ. ഇനീഷ്യലി നമുക്ക് നല്ല റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പോയിന്റിലാണ് നമ്മൾ സംസാരിക്കണമെങ്കിൽ ദ മാക്സിമം ബഡ്ജറ്റ് ദാറ്റ് വി ക്യാൻ ഇൻക്രീസ് ഈസ് 10%. അതിന് മേലെ ഇൻക്രീസ് പോകരുത്. നമ്മൾ സാച്ചുറേഷൻ പോയിന്റിലാണ് പറയുന്നത്, സ്റ്റാർട്ടിംഗ് സ്റ്റേജിലല്ല. അപ്പൊ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഗീവ് ടൈം ഫോർ ദ സിസ്റ്റം ടു ലേൺ. ഗൂഗിൾ ആഡ്സ് ആണെങ്കിലും മെറ്റ ആഡ്സ് ആണെങ്കിലും ഗൂഗിൾ ആഡ്സിന് കുറച്ച് കൂടുതൽ സമയം എടുക്കും. അതേപോലെ മെറ്റ ആഡ്സിൽ പെട്ടെന്ന് റിസൾട്ട് വരും. ഗൂഗിൾ ആഡ്സിലും സെയിം റൂൾ, എല്ലാ സിസ്റ്റത്തിലും 10% ഇൻക്രീസ് ആണ് നോർമലി നമ്മൾ ചെയ്യാറ്. എപ്പോൾ നിർത്തണം, ലൈക്ക് വെൻ ടു സ്റ്റോപ്പ് എ ക്യാമ്പയിൻ അല്ലെങ്കിൽ ക്യാമ്പയിൻ വർക്ക്ഔട്ട് ആവാത്തത് എന്നുള്ളതിന്റെ പ്രോബ്ലം നമ്മൾ ഇപ്പൊ ത്രൂ ഔട്ട് നമ്മൾ കുറെ സംസാരിച്ചു. എന്തൊക്കെയാണ് ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗ് സൈഡിൽ എന്തൊക്കെയാണ് എഫക്ട് ചെയ്യുന്നത്, ലൈക്ക് 4 pillars. ഒരു കമ്പനീന്റെ സിസ്റ്റം എങ്ങനെയുണ്ട്, അതിന്റെ ഓർഗനൈസേഷൻ കൾച്ചർ ഉണ്ട്, ലീഡ് വന്നു കഴിഞ്ഞാൽ അതിന് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, അതിന്റെ ലീഡ് കൂട്ടി കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, ഇനി ലീഡ് എടുത്തു നമ്മൾ ആളുകളെ കൊണ്ടുവന്നു, നമ്മളിപ്പോ ഒരു അക്കാഡമി പറയുകയാണെങ്കിൽ അവിടെ സ്റ്റുഡൻസ് ഉണ്ട്, പഠിക്കുന്നുണ്ട് കോഴ്സ്, ഇവര് പാസ് ഔട്ട് ആയി കഴിഞ്ഞ് ഇവര് പുറത്ത് എന്താ പറയുന്നത്, അത് വേസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, അവിടെ പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്തിട്ട് കാര്യമില്ല. എനിക്ക് ഇനീഷ്യൽ സ്റ്റേജിലെ ലീഡ് കിട്ടി, എനിക്ക് റിസൾട്ട് കിട്ടി. അപ്പൊ അതിന് റിസൾട്ട് വരാത്തതിന് വെൻ ഷുഡ് യു സ്റ്റോപ്പ് എന്നുള്ളതല്ല, വെൻ ഷുഡ് യു പിവട്ട്, അല്ലെങ്കിൽ വെൻ ഷുഡ് യു ലൈക്ക് എന്താ പറയാ അനലൈസ് ഇൻ ഡെപ്ത്, ആസ്ക് മോർ ക്വസ്റ്റ്യൻ, വൈ. So that's what I would do. എന്തുകൊണ്ട് റിസൾട്ട് വരുന്നില്ല? അപ്പൊ ഉടനെ റിസൾട്ട് വരാത്തതിന് എനിക്ക് സ്റ്റോപ്പ് ചെയ്യുന്നതിലും ഞാൻ ഉറപ്പായിട്ടും ലൈക്ക് എനിക്ക് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനേക്കാളും വളരെ വലിയൊരു ലോസിലോട്ടാണ് പോകുന്നത്. എനിക്ക് പ്രോപ്പർ റവന്യൂ, അറ്റ്ലീസ്റ്റ് നമുക്ക് പ്രോഫിറ്റ് എങ്കിലും എത്തണം. സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിൽ ഞാൻ ഇപ്പോ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് തന്നെ തിരിച്ചു കിട്ടിയാലും ഞാൻ ലേണിംഗ് ആയിട്ട് ഞാൻ എടുക്കും. പക്ഷെ അതിന് ശേഷമുള്ള സ്റ്റേജിലാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് എന്താ ഒരു പ്രോഫിറ്റ് മാർജിൻ വെച്ച് കൺസിഡർ ചെയ്ത് എന്റെ പ്രോപ്പർ റോസ് എത്രയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ഞാൻ അതിൽ സ്റ്റോപ്പ് ചെയ്ത് പോകാറുണ്ട്. അപ്പൊ 1/, പ്രോഫിറ്റ് മാർജിൻ, അത് ചെറിയൊരു കാൽക്കുലേഷൻ ആണ്. നമുക്ക് ജസ്റ്റ് ഒരു ബേസിക് റോസിലോട്ട് പെട്ടെന്ന് എത്താൻ പറ്റും. ഇപ്പൊ 4 ആണ് കിട്ടണമെങ്കിൽ നമ്മൾ 4 times ബ്രേക്ക് ഈവൻ ആണ്. 1 lakh സ്പെൻഡ് ചെയ്താൽ 4 lakh എങ്കിലും കൊണ്ടുവരണം. അതല്ലാണ്ട് 4ന് കുറവാണ് റവന്യൂ വരുന്നതെങ്കിൽ എനിക്ക് ലോസിലോട്ടാണ് പോകുന്നത്. അപ്പൊ സിമ്പിൾ കാര്യം, ആഡ് സ്പെൻഡും കൂടി അതിനകത്ത് ആഡ് ആവുകയാണ്. ഓക്കെ, സോ ആ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് അതിലും കുറവ് പോവാന്ന് പറഞ്ഞാൽ വി ആർ ടോക്കിംഗ് അബൌട്ട് ലോസിൽ ഉറപ്പായിട്ട് നമുക്ക് ബിസിനസിനെ റൺ ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല. നമുക്ക് അപ്പോഴും ഒപ്റ്റിമൈസ് ചെയ്ത് നോക്കാം. ഗൂഗിളിൽ ഭയങ്കരമായിട്ടും ക്യാഷ് സ്പെൻഡ് ആവും. നമ്മൾ ആ ഒപ്റ്റിമൈസേഷൻ പീരീഡ് ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു രീതിയിലാണ് നിങ്ങളുടെ അക്കൗണ്ട് പോവുകയാണെങ്കിൽ, ഒന്ന് സ്റ്റെപ്പ് നമ്പർ 1, നിങ്ങളുടെ ഒപ്റ്റിമൈസേഷൻ കറക്റ്റ് ആണോ, നിങ്ങളുടെ അക്കൗണ്ട് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ, നിങ്ങളുടെ അക്കൗണ്ടിൽ അതായത് ബ്രാൻഡിന്റെ പ്രോബ്ലം ആണ്, ഈ റിസർച്ചിലോട്ട് തിരിച്ചു വരിക. അവിടെയാണ് ഈ റിസർച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ ഇനീഷ്യലി സംസാരിച്ച റിസർച്ചുകളെല്ലാം ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ എന്തുകൊണ്ട് വർക്ക്ഔട്ട് ആവുന്നില്ല എന്ന് മനസ്സിലാവും. പിന്നീട് നമ്മൾ സംസാരിക്കുന്നതാണ് അതിന്റെ എൻഡ് യൂസേഴ്സിനോട് സംസാരിക്കുക, സെയിൽസ് ടീമിനോട് സംസാരിക്കുക. ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ സംസാരിക്കാൻ പറ്റുന്ന സെയിൽസ് ടീമിനോടാണ്. അവരോട് പോയി സംസാരിക്കുക. അവര് പറയും ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ യൂസേഴ്സ് പറയുന്നത്. അവിടെയും നമുക്ക് ബയസ്ഡ് ആകാം. സെയിൽസ് ടീം അവരുടെ ഒബ്ജക്റ്റീവാണ് ഷെയർ ചെയ്യുന്നത്. അവിടെ അവരുടെ ഒരു ടീം പറയുന്ന ഒരു വോയിസ് ആയിരിക്കും ചിലപ്പോൾ ഒക്കെ വരുന്ന. ഇല്ല, പെർഫോമൻസ് മാർക്കറ്റേഴ്സ് ഡയറക്റ്റ് എൻഡ് യൂസേഴ്സിനെ വിളിക്കണം. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അവിടെ നമുക്ക് കുറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും. നമ്മളാണ് മാർക്കറ്റ് ചെയ്യുന്നത്, സെയിൽസ് ടീം കൺവേർട്ട് ചെയ്യുന്നുള്ളൂ, SQL ലീഡ്സുകൾ കൺവേർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ ഒരു രീതിയിൽ സ്ട്രക്ചറൈസ്ഡ് ആയിട്ട് പോയിട്ട് വേണം നമുക്ക് ക്യാമ്പയിൻ പോസ് ചെയ്യാം. ഓഫ് കോഴ്സ് ലോജിക്കലി വി ഷുഡ് പോസ് ദാറ്റ് ക്യാമ്പയിൻ. അവിടെ കുറെ ബേൺ ചെയ്തിട്ട് ക്യാഷ് കളഞ്ഞിട്ട് കാര്യമില്ല. പോസ് ചെയ്യുക ആൻഡ് ടേക്ക് ലൈക്ക് ഡു എ റിസർച്ച് അഗെയിൻ ഫ്രം സ്ക്രാച്ച്. മേ ബി ഇറ്റ് മേ നോട്ട് ബി ആൻ ഇഷ്യൂ വിത്ത് യുവർ ലൈക്ക് ക്യാമ്പയിൻ സെറ്റിംഗ്. ഒരു പ്രൊഡക്റ്റിന്റെ ഇഷ്യൂ ആകാം, ബ്രാൻഡിന്റെ ഇഷ്യൂ ആകാം, അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ഇഷ്യൂ ആവും. ഒരു സിനാരിയോ പറയുകയാണെങ്കിൽ കോമ്പറ്റീറ്റർ നിങ്ങളുടെ പ്രൊഡക്റ്റ് 50% ഡിസ്കൗണ്ടിൽ നിങ്ങളുടെ സെയിം വാല്യൂ ഉള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് സെയിൽ വരില്ല, നമുക്ക് റിട്ടേൺസ് കിട്ടില്ല, നമ്മളെ പുതിയ കസ്റ്റമേഴ്സിനെയാണ് അക്യൂർ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരു ഡിസിഷൻ. ദാറ്റ്സ് ഐ തിങ്ക് ബ്രില്യൻറ്റ്. അതായത് പെർഫോമൻസ് മാർക്കറ്റിംഗ് POVയിലല്ല, ബിസിനസ് POVയിലാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പം ഇഫ് ഐ വർ ടു ആഡ് ഓൺ സംതിങ് ദേർ, first question that we always ask is product. What is wrong with product എന്നുള്ളതാണ്. കാരണം ഐ തിങ്ക് സെയിം വേ ഇതെല്ലാം ഡിപ്പെൻഡൻ്റ് ആണ്. ഇതെല്ലാം ഇൻവേർഡ് ആണ്. റെഫറൽസ് ആയിക്കോട്ടെ, മാർക്കറ്റ് ആയിക്കോട്ടെ, എല്ലാം പ്രൊഡക്റ്റിൽ വി സ്റ്റാർട്ട്, എന്നിട്ട് പിന്നെയാണ് വി ഗോ ടു ദി അതർ തിങ്സ്. ഒപ്റ്റിമൈസ്ഡ് പ്രോഡക്റ്റ് എന്നുള്ളതാണ് അടിപൊളി. പക്ഷെ എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരും ക്യാമ്പയിൻസിൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കണ്ടിട്ടുള്ള ഒരു സാധനം.
സെക്കൻഡ് ഏജൻസി ഓണേഴ്സ് ആണെങ്കിലും ബിസിനസ് ഓണേഴ്സ് ആണെങ്കിലും പെർഫോമൻസ് മാർക്കറ്റേഴ്സിനെ ബ്ലെയിം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ മാത്രമല്ല അതേ സ്പെൻഡ് ബഡ്ജറ്റ് കൂട്ടി നോക്കുക എന്നുള്ള സാധനമാണ് കണ്ടിട്ടുള്ളത്. അടിപൊളി. ഇത് ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാണ്ട് പ്രോപ്പർ സിസ്റ്റം ഇല്ലാണ്ട് ബഡ്ജറ്റ് എത്ര ഇൻക്രീസ് ചെയ്തിട്ടും കാര്യമില്ല. We can't do any magic. Yeah, I'm so glad you said that. Okay, now again AI കുറിച്ച് പറഞ്ഞു. എയുടെ കാലാണ്. എല്ലാത്തിനും ഏതിനും AI കൊണ്ട് ഒന്നെങ്കിൽ പ്രിഫിക്സ് ആയിട്ടോ സഫിക്സ് ആയിട്ടോ വെക്കുന്നതാണ്. സോ AI ഇല്ലാതെ കോൺവെർസേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ടീം പറഞ്ഞിട്ടുള്ളത്. സോ ആസ് എ പെർഫോമൻസ് മാർക്കറ്റർ, what AI tools do you currently use or recommend, especially as a performance marketer? എക്സിക്യൂഷൻ സൈഡിലോട്ട് വരുവാണെങ്കിൽ ജനറൽ റിസർച്ചിന് ഞാൻ ഇപ്പോഴും ChatGPT തന്നെയാണ്. അതിന്റെ പെയ്ഡ് വേർഷൻ, ബേസിക് വേർഷൻ ഒരിക്കലും ഉപയോഗിക്കരുത്. ഇപ്പൊ ഓൾ ഇന്ത്യ നമുക്കൊരു പ്രോ വേർഷൻ അവർ തരുന്നുണ്ട്. അതെ, ഗോ തരുന്നുണ്ട്. അപ്പൊ അതിന്റെ പെയ്ഡ് വേർഷൻ ഉപയോഗിക്കാൻ നിങ്ങൾ സീരിയസ് ആയിട്ട് പെർഫോമൻസ് മാർക്കറ്റിൽ നോക്കുവാണെങ്കിൽ ഇപ്പൊ ബിസിനസ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒപ്റ്റിമൈസേഷൻ, ക്യാമ്പയിൻ ഒപ്റ്റിമൈസേഷൻ ഒക്കെ വളരെ എന്താ പറയുക ഭംഗിയായിട്ട് AI ഫീഡ്ബാക്ക് വരുന്നുണ്ട്. വെറുതെ നമുക്ക് അറിയാമെങ്കിലും ഒരാള് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പെർഫോമൻസ് മാർക്കറ്റിന് 3-4 ക്ലയന്റ് ഉള്ളപ്പോ നമുക്ക് അവിടെ സമയമല്ല പ്രോബ്ലം, എനർജിയാണ് പ്രോബ്ലം. എനർജിയാണ് എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ട്രെയിൻ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. എനിക്ക് ആ ഒരു സംഭവം തരുന്നുണ്ടെങ്കിൽ ഐ ഷുഡ് ഐ യൂസ് മൈ ബ്രെയിൻ. എനിക്ക് അതിൽ നിന്ന് അനലൈസ് ചെയ്താൽ മതി അത് കറക്റ്റ് ആണോ ഔട്ട്പുട്ട് എന്ന് മാത്രം മനസ്സിലായാൽ മതി. സെക്കൻഡ്, റിസർച്ച് സ്റ്റേജിൽ വരുവാണെങ്കിൽ പെർപ്ലെക്സിറ്റി ഉപയോഗിക്കാം. നല്ലൊരു ടൂളാണ്, പെയ്ഡ് വേർഷൻ ആണ്. പക്ഷെ വോഡഫോൺ ഐഡിയ VI അവർക്ക് ഫ്രീ ആയിട്ട്, എയർടെല്ലും ഫ്രീ ആണ്. വോഡഫോൺ ഐഡിയ ആണോ എയർടെല്ലാണ് സോറി, എയർടെല്ലിന് പെർപ്ലെക്സിറ്റി ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ഇപ്പൊ വീഡിയോ ജനറേഷൻ വരുന്നുണ്ട്. പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മുടെ ലൈക്ക് വെൻ വി ടോക്ക് അബൌട്ട് ആൻഡ്രോപിക്കിന്റെ ക്ലൗഡില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നടന്നു, അറിഞ്ഞായിരുന്നോ? അതായത് 10 ദിവസം കൊണ്ട് ക്ലൗഡിൽ തന്നെ ഒരു കോവർക്ക് എന്ന് പറയുന്ന ഒരു AI ടൂള് കൊണ്ടുവന്നു. ലൈക്ക് ഇറ്റ് ക്യാൻ ആക്ച്വലി ഡു മാജിക്. നേരത്തെ നമ്മൾ കോപ്പി പേസ്റ്റ് അറിയാന്ന് പറയേണ്ടി വരും. നമ്മൾ കോപ്പി ചെയ്യുന്ന പോലെ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യുന്ന AI ഒരു റിസൾട്ട് തരുന്നു, വീണ്ടും എക്സിക്യൂഷൻ നമ്മൾ തന്നെയാണ്. ഈ ഒരു സിസ്റ്റത്തിൽ AI വിത്തിൻ എ വീക്ക് ഒരു ടൈം സ്പാൻ എടുത്ത് ഡെവലപ്പ് ചെയ്ത AI തന്നെ ഡെവലപ്പ് ചെയ്ത അതിന്റെ ഒരു കോഡ് ഉപയോഗിച്ച് അവിടുത്തെ ടീം ഡെവലപ്പ് ചെയ്തതാണിത് ഈ ഒരു പ്രൊഡക്റ്റ്. ഇത് ലിറ്ററലി ഈ പറയുന്ന കോപ്പി പേസ്റ്റ് കേപ്പബിലിറ്റി ഉള്ള ഒരു ടൂളാണ്. ലെറ്റ്സ് സീ വാട്ട് വണ്ടേഴ്സ് വിൽ ഇറ്റ് മേക്ക്. ഓക്കേ, അത് സ്റ്റിക്ക് ടു ദ ഫണ്ടമെന്റൽസ് എന്നുള്ളതാണ്. എനിക്ക് ഒരുപാട് AI ടൂൾസ് കാര്യങ്ങൾ പറയുന്നിടത്തേക്കായിട്ട് ആനന്ദ് വന്നിട്ടില്ല. ഇസ് ദർ എനി റീസൺ ഫോർ ദാറ്റ് അപ്പാർട്ട് ഫ്രം റിസർച്ച് അല്ലാതെ? റിസർച്ച് ബേസ് എക്സിക്യൂഷൻ സൈഡിലോട്ട് വരുമ്പോഴും ഇമേജസ് ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. നമുക്കൊരു AI ജനറേറ്റഡ് ഇമേജ് എടുത്ത് എനിക്ക് പ്രോപ്പർ റിസൾട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല. പിന്നെ എന്തെങ്കിലും ഒരു വീഡിയോ ജനറേഷൻ സൈഡിലോട്ടൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി, എന്റെ വീഡിയോ എഡിറ്റിംഗ് ടീമിനോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഈ പറയുന്ന AI ടൂളിനോട് കുറച്ചും കൂടി അറിയായിരിക്കും. എനിക്കിപ്പോ കറന്റ് പെർഫോമൻസ് മാർക്കറ്റിൽ റിസർച്ച് ബേസ്ഡ് ആയിട്ട് തന്നെയാണ് എനിക്ക് വർക്ക്ഔട്ട് ആവുന്നത്. ബട്ട് ഇൻ ഫ്യൂച്ചർ ഞാൻ കുറച്ചും കൂടി നോക്കുകയാണെങ്കിൽ വീഡിയോ ജനറേഷൻ മുതൽ ഇമേജ് ക്രിയേഷൻ വരെ ഇപ്പൊ AI ഉപയോഗിച്ച് തന്നെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഇൻസൈറ്റ്സ് നമുക്ക് കിട്ടും. A/B ടെസ്റ്റിങ്ങിനൊക്കെ ആയിട്ട് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പറ്റും. അതെ, നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ഗ്രാഫിക് ഡിസൈനർ ക്രിയേറ്റ് ചെയ്തതും നമുക്ക് AI ഉപയോഗിച്ച് ഒരു പ്രോംപ്റ്റ് സെറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തതൊക്കെ വെച്ച് ടെസ്റ്റ് ചെയ്യാം. നല്ല രീതിയിൽ നമുക്ക് ഇതൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, അനദർ ക്വസ്റ്റ്യൻ ഐ തിങ്ക് ഇതായിരിക്കും കുറെ കൂടെ ആൾക്കാർക്ക് അറിയാനുണ്ടാവാന്നുള്ളത്. ഈ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് വെരി ഫ്രീക്വന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ്. ഇത്ര പെട്ടെന്ന് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 3 years അതിന് മുന്നത്തെ ഒരു ടൈം എടുക്കാന്ന് വെച്ചാൽ അപ്ഡേറ്റ്സ് ആർ വെരി വെരി ഫ്രീക്വന്റ്. ഇപ്പൊ എസ്പെഷ്യലി നമ്മൾ മെറ്റയിൽ ഇപ്പം ലിറ്ററലി പറയാന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഞാൻ ഇപ്പൊ തുറന്നു കഴിഞ്ഞാൽ എനിക്ക് ആകെ ആൻഡ്രോമേഡ മാത്രമേ കാണാനുള്ളൂ. എവ്രിബഡി ഈസ് ടോക്കിംഗ് അബൌട്ട് ആൻഡ്രോമേഡ. അത് നടന്നു, ഇത് നടന്നു, ഇതിങ്ങനെയാണ്, ക്രിയേറ്റീവ് സ്ട്രാറ്റജിക്കാണെന്നൊക്കെ പറഞ്ഞിട്ടായിട്ട്. ആൻഡ് യു ആർ സംവൺ who's very updated with respect to updates and all of that. Is there anything that you're really excited about? ഞാൻ ഇതിന്റെ അതർ സൈഡ് അല്ല ചോദിക്കണം, കാരണം എല്ലാരും കണ്ടിട്ട് കേട്ടിട്ടുള്ള സാധനം ആൻഡ്രോയിഡ് വന്ന് കൊന്നു എന്നൊക്കെയുള്ള സാധനമാണ്. Is there any updates that you're really looking forward? And what do you, again, ഞാൻ ആൻഡ്രോമേഡയെ കുറിച്ച് ചോദിക്കാനാണെങ്കിൽ what do you think about ആൻഡ്രോമേഡ? സോ ആൻഡ്രോമേഡ എന്ന് പറയുന്നത് റീസെന്റ് ആണ് കേരള നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു ബസ് ആയെന്ന് ഞാൻ പറയുള്ളൂ. ഇത് വന്നിട്ട് എനിക്കൊന്ന് 2025 സ്റ്റാർട്ടിങ്ങിലെ വന്നതാണ്. അതിന്റെ ഒരു ഇമ്പാക്ട് പതിയെ ക്രിയേറ്റീവ് സൈഡിലെ ഏജൻസികളാണെങ്കിലും കണ്ടു തുടങ്ങി. നല്ല രീതിക്ക് ഡീറ്റെയിൽ ടാർഗറ്റിങ്ങിനേക്കാൾ ഉപരി ലോജിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ മെറ്റ ആൻഡ് ഗൂഗിൾ ഏത് ലീഡിങ് ഡിജിറ്റൽ ചാനൽ എടുത്താലും
ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് അല്ലെങ്കിൽ ബിസിനസ്സുകൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റും, ഇതിലോട്ടുള്ള എൻട്രി എളുപ്പമാക്കണം. അതിനാണ് ആക്ച്വലി ഈ പറയുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളും ഇതുവരെയും ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ബിഗ് ബീൻ ആയിട്ട് ഒരു ഏജൻസി വരുന്നതും ഒരു പെർഫോമൻസ് മാർക്കറ്റർ വരുന്നതിനും ഇപ്പോ ലൈക്ക് ഇഫ് സമ്മൺ ഇൻ യുവർ ഓർഗനൈസേഷൻ ക്യാൻ ഡു ഇറ്റ് ഡയറക്ട്ലി, ദെൻ അത് കുറച്ചും കൂടി എൻട്രി എളുപ്പമാക്കും, അവർക്ക് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യും. അതാണ് ഒരു ബിസിനസ് ലോജിക് എന്ന് പറയുന്നത്. എന്റെ പെർസ്പെക്റ്റീവ് ആണ്. ലൈക്ക് വട്ടെവർ എന്റെ ഒരു ഇൻഡസ്ട്രി എക്സ്പീരിയൻസിൽ നിന്നും അവർ ഇത്രയും നാള് ചെയ്തുകൊണ്ടിരുന്ന അപ്ഡേറ്റ്സിൽ നിന്നും എനിക്ക് മനസ്സിലാക്കിയതാണ്. ആൻഡ് സെക്കൻഡ്ലി, ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ടാർഗറ്റിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പോയി. എഐന്റെ ഒരു ടേക്ക് ഓവർ തന്നെ എന്ന് പറയാം. എ കംപ്ലീറ്റ്ലി അറിയുവാണ് എങ്ങനെയാണ് ഈ ഒരു ക്രിയേറ്റീവ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ആളുകളിലോട്ട് കൃത്യമായിട്ട് തന്നെ ടാർഗറ്റ് ചെയ്ത് ഒരു ഡിജിറ്റൽ മാർക്കറ്ററിന് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലോട്ട് മാറിയിരിക്കുന്നു. അവിടെയും നമ്മുടെ എന്താ പറയുക ഡിജിറ്റൽ മാർക്കറ്ററിന്റെ സ്കില്ലിന് ഭയങ്കര ഇമ്പോർട്ടൻസ് വരിക. എല്ലാവരും ഈ പറയുന്ന ക്രിയേറ്റീവ് ഓറിയന്റഡ് ആയിട്ട് ഡീറ്റെയിൽഡ് അല്ലാത്ത ക്രിയേറ്റീവ് ഓറിയന്റഡ് ആയിട്ട് സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ക്രിയേറ്റീവ് അവിടെ പ്ലേസ് ചെയ്യുന്നത്, നമ്മൾ എന്തൊക്കെ ലൈക്ക് അവയർനെസ് സ്റ്റേജിലാണോ, നമ്മൾ ഏത് രീതിയിലാണ് നമ്മുടെ ക്രിയേറ്റീവ് ആളുകളുടെ മുന്നിലോട്ട് എത്തുന്നത്, എങ്ങനെ അവരുടെ പാറ്റേൺ ഇൻട്രപ്റ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പെരിമെന്റേഷൻ, ട്രയൽ, പിന്നെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക, അതിന്റെ പ്രോപ്പർ മെട്രിക്സുകൾ അനലൈസ് ചെയ്യുക, എന്തുകൊണ്ട് റിസൾട്ട് വരുന്നില്ല, ഇതെല്ലാം ആൻസർ ചെയ്താൽ മാത്രമേ ഇനി അങ്ങോട്ട് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വൺ മോർ തിങ് ആഡ് ഓൺ ദർ. ഐ തിങ്ക് വൺസ് ആൻഡ്രോമീഡയുടെ അപ്ഡേറ്റ് വന്നതിന് ശേഷം തോന്നുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് പൊതുവെ ആൾക്കാർ ക്രിയേറ്റീവ്സിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ചിന്തിച്ചിട്ട് തുടങ്ങിയിട്ടുള്ളൂ എന്നുള്ളതാണ്. കാരണം ഈ ക്രിയേറ്റീവ് റിഫ്രഷ് ആയിക്കോട്ടെ, ഫാറ്റിക് ആകുമ്പോൾ മാത്രം ക്രിയേറ്റീവ്സ് മാറ്റുന്ന ഒരു കൾച്ചർ ആയിരുന്നു നമുക്ക് മൊത്തത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറിയിട്ടായിട്ട് വി ആർ തിങ്കിങ് അബൌട്ട് ക്രിയേറ്റിംഗ് സേ 10 ക്രിയേറ്റീവ്സ് എവറി വീക്ക് അല്ലെങ്കിൽ 20 ക്രിയേറ്റീവ്സ് എവറി മന്ത് എന്നുള്ളിടത്തേക്കായിട്ട് മാറി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് തിങ്. കാരണം നമുക്ക് കുറെ കൂടെ ലേണിംഗ് ഓറിയന്റഡ് ആയിട്ട് പ്ലാറ്റ്ഫോംസിനെ ചിന്തിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഫോഴ്സ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഗ്രേറ്റ്. നൗ നമ്മൾ മെറ്റനെ കുറിച്ചും ഗൂഗിളിനെ കുറിച്ചും നമ്മളും കുറെ സംസാരിച്ചു. എല്ലാവരും ഇതിനെ കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. ആൻഡ് എവരിബഡി തിങ്ക് പെർഫോമൻസ് മാർക്കറ്റിംഗ് ഇസ് ഓൺലി അബൌട്ട് മെറ്റ ആൻഡ് ഗൂഗിൾ ആഡ്സ്. ഇതല്ലാതെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള മറ്റ് പ്ലാറ്റ്ഫോംസ് ഒരുപാടില്ലേ? ഉറപ്പായിട്ടും ലിങ്ക്ഡിൻ ഒരു B2B ബിസിനസ് പെർസ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ, ഇപ്പൊ ഒരു എഡ്ടെക് പ്ലാറ്റ്ഫോമിൽ നോക്കുവാണെങ്കിൽ അത് അവിടെ ഒരു ഹൈ കോസ്റ്റ് പെർ ലീഡ് അല്ലെ കാക്ക് ഉള്ളത് കൊണ്ട് മാത്രം ആളുകൾ എൻട്രി ചെയ്യാത്ത രീതിയാണ്. വളരെയധികം ഓർഗാനിക് ആയിട്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് ഒരു പേജ് ബിൽഡ് ചെയ്യുന്നതിലും ഒരു പേഴ്സണൽ ബ്രാൻഡ് അവിടെ ഓണേഴ്സ് ഫൗണ്ടേഴ്സിന് ബിൽഡ് ചെയ്യാൻ പറ്റുക, അതിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് മൂവ് ചെയ്താൽ നല്ലപോലെ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഏരിയയാണ്. ഇനി മെറ്റ ആൻഡ് ഗൂഗിൾ എന്ന് പറയുന്നത് നമ്മൾ ജോഗ്രഫിക്കലി നോക്കുമ്പോഴാണ്. UAE പോവുകയാണെങ്കിൽ അവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നത് വേറെ പ്ലാറ്റ്ഫോം ആണ്, നമുക്ക് അവിടെ ടിക്ടോക്ക് ട്രൈ ചെയ്യാം, അങ്ങനെ കുറെ അധികം പ്ലാറ്റ്ഫോമുകൾ ട്രൈ ചെയ്യാം. അപ്പൊ ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിൽ നമ്മൾ അവിടുത്തെ ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ വൈബിൾ ആയിട്ടുള്ള ഏതാണ്, ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഒരു ലീഡ് ജനറേറ്റ് ചെയ്യാം, റവന്യൂ ജനറേറ്റ് ചെയ്യാം, ആ രീതിയിൽ വേണം നമ്മളൊരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാം. I'll add one more thing there. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം യു ഹാവ് ടു ബി സീൻ വെയർ പീപ്പിൾ ആർ. അത് ആൾക്കാർ ആഡ് സ്പെൻഡ് ചെയ്യുന്ന സമയത്തും ബേസിക്കലി ചിന്തിക്കാത്തൊരു സാധനമാണ്. ഞാൻ മറ്റേ ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് എവിടെയാണ് വരുന്നത്, ഐ സ്പെൻഡ് ദെയർ. ഇന്ത്യൻ ആണെങ്കിൽ ഓക്കെ നേരെ ചാടി ഗൂഗിളിൽ സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അഗെയിൻ ഐ തിങ്ക് നമ്മുടെ ഓഡിയൻസ് എവിടെ ഉണ്ടോ അവിടെ പോയിട്ട് ആഡ് സ്പെൻഡ് ചെയ്യാന്നുള്ളത് ചിന്തിക്കുന്നില്ല. അപ്പോൾ ചില പ്രോഡക്ട്സ് ഞാൻ കണ്ടിട്ടുണ്ട്, അവർ വെരി യങ് ഓഡിയൻസിന് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒരിക്കൽ പോലും സേ സ്നാപ്ചാറ്റിലോ മറ്റൊന്നും ടെസ്റ്റ് ചെയ്യാത്തതായിട്ട് കണ്ടിട്ടുണ്ട്. സെയിം വേ ഇപ്പം ജിയോ ഹോട്ട്സ്റ്റാറും മറ്റൊക്കെ ആയിട്ട് വീണ്ടും അവർ കുറെ എക്സ്പെരിമെന്റ്സിന് വേണ്ടിയിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. വി ഹാഡ് ബീൻ ടു ഒരു ഹോട്ട്സ്റ്റാറിന്റെ ഒരു കോൺഫറൻസിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഒക്കെ അവരൊരു മെറ്റ ആഡ്സിന്റെ ലിറ്ററലി അത് മെറ്റയ്ക്ക് ഒരു കോമ്പറ്റീഷൻ പോലെ ഒരു സംഭവം ഒരു ബിൽഡ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐ എം റിയലി എക്സൈറ്റഡ് ടു സീ ഹോട്ട്സ്റ്റാർ എങ്ങനെയാണ് ടേൺ ഔട്ട് ചെയ്യാനായിട്ട് പോകണം എന്നുള്ള സാധനത്തില്. വാട്ട് ഈസ് വൺ മിത്ത് അബൌട്ട് പെർഫോമൻസ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റേഴ്സ് ദാറ്റ് യു വോണ്ട് പീപ്പിൾ ടു സ്റ്റോപ്പ് ബിലീവിങ് ഇൻ? സോ ലൈക്ക് AI ഡ്രിവൺ എറയിലോട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അലോൺ. പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എൻറ്റയർ ഒരു 360 ഡിഗ്രി മാർക്കറ്റിംഗ് ആയിട്ട് തന്നെ മാറുകയാണ്. നേരത്തെയും നമുക്ക് അതേപോലെ തന്നെ ആയിരുന്നു. പക്ഷെ ഒമ്നി ചാനൽ സ്ട്രാറ്റജീസ് ആണ് ഇനി ഒരു പ്രോപ്പർ റിസൾട്ട് നമുക്ക് തരുള്ളൂ. എല്ലാവർക്കും ഈ പറയുന്ന മെറ്റയും ഗൂഗിൾ ആഡ്സിലോട്ടൊക്കെ എളുപ്പത്തിൽ വരാം. പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിലും കൂടി നമ്മൾ എങ്ങനെയാണ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഐ മീൻ ഒമ്നി ചാനൽ അല്ലെങ്കിൽ 360 എന്താ ഉദ്ദേശം എന്നുള്ളത് ഡീറ്റെയിൽ പറയാം. ലൈക്ക്
നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ. നമ്മുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ നമ്മൾ നമ്മുടെ അഡ്വർടൈസ്മെന്റ് കാണിക്കുക, നമ്മുടെ ബ്രാൻഡിന്റെ പ്രസൻസ് മാക്സിമം കൊണ്ടുവരാൻ നോക്കുക. ഞാനൊരു പ്ലാറ്റ്ഫോമിന് വേണ്ടി, ഒരു ക്ലയന്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ ക്യാക്ക് കുറയാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ കുറച്ച് എമൗണ്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഡിജിറ്റലി ഉള്ള ഓഡിയൻസ് ആണ്, നമ്മൾ യങ്സ്റ്റേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്തിരുന്നത്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഫോക്കസ് ചെയ്തില്ല. നമ്മൾ അവിടെ ഒരു ഇമ്പോർട്ടൻസ് ഒരു എൻട്രി ആ ഒരു ബാരിയർ എമൗണ്ടിന്റെ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് ഫോക്കസ് ചെയ്തില്ല. ബട്ട് when we started spending some money on that particular side, what happened is നമ്മുടെ ഡിജിറ്റൽ ഏരിയയിലോട്ട് നമ്മുടെ CAC കുറഞ്ഞു വന്നു, കോസ്റ്റ് പെർ ലീഡ് കുറഞ്ഞു വന്നു, നമുക്ക് കൺവേർഷൻസ് എളുപ്പമായി. ഇപ്പൊ 360 ഡിഗ്രി നോക്കുവാണെങ്കിൽ ഞങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ഞങ്ങള് ടിവിസിൽ പോയി, നമുക്ക് ഹോർഡിങ്സ്, ബിൽ ബോർഡ്സ് അത് പോയി, ന്യൂസ് പേപ്പർ ആഡ്സുകളായിട്ട് പോയി. അങ്ങനെ എല്ലാ ബിസിനസ്സുകൾക്കും അത് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് ചെറിയ ചെറിയ രീതിയിലാണെങ്കിലും ഇപ്പൊ ഒരു ചെറിയൊരു ബിസിനസ് എടുക്കുവാണെങ്കിൽ പോലും ഒരു പെർഫോമൻസ് മാർക്കറ്റർ എന്നുള്ള നിലയ്ക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ട്രഡീഷണൽ കൂടി ട്രൈ ചെയ്യാം. നമുക്ക് ന്യൂസ് പേപ്പർ അങ്ങനെ ചെറിയ ചെറിയ കുറേയധികം ടാക്ടിക്സുകൾ ഉണ്ട്. ചെറിയ ചെറിയ അഡ്വർടൈസ്മെന്റ് രീതിയിലൊക്കെ ട്രൈ ഔട്ട് ചെയ്യാം. ചെറിയ ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ട്രൈ ഔട്ട് ചെയ്യുക. അത് ഇൻഡയറക്ട്ലി ഇമ്മീഡിയറ്റ് റിസൾട്ട് തന്നില്ലെങ്കിലും പതിയെ നമ്മുടെ പെർഫോമൻസ് മാർക്കറ്റിംഗ് റിസൾട്ട്സിനെ അത് ഇമ്പാക്ട് ചെയ്യും. നമുക്കതൊരു ഒരു ബെറ്റർ കൺവേർഷനിലോട്ട് ലോങ് റണ്ണിലോട്ട് എത്തിക്കാൻ പറ്റും. അത് ട്രസ്റ്റ് എന്നുള്ള സാധനത്തിലേക്ക് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒറ്റ വാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ. എനിക്ക് തോന്നുന്നു ഞാൻ അതിൽ ഒരു സാധനം കൂടെ ആഡ് ചെയ്യുന്നുള്ളതാണ്. മിക്ക ആൾക്കാരും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സാധനം എന്ന് വെച്ചാൽ പെയ്ഡ് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓർഗാനിക് ഫോക്കസ് ചെയ്യണ്ട എന്നുള്ളൊരു സാധനം കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് വലിയൊരു റോങ് ആണെന്നുള്ള. കാരണം ഇഫ് ടു ടോക്ക് അബൌട്ട് ദ യൂസർ ബിഹേവിയർ പറയാന്ന് വെച്ചാൽ ഒരു ആഡ് കണ്ട ആദ്യം എല്ലാവരും ചെയ്യണത് ആ അക്കൗണ്ട് കയറി ആ പേജ് നോക്കുക, അവിടെ വീണ്ടും ട്രസ്റ്റ് എന്നുള്ള ഫാക്ടറിലേക്ക് നോക്കുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു പെയ്ഡ് വിത്ത് ഓർഗാനിക് ആണ് എന്നുള്ളൊരു സാധനം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയ. ആ യൂസർ ജേർണി പ്രോപ്പറായിട്ട് നമ്മൾ പഠിക്കുക. ഓരോ ബിസിനസിന്റെ ജേർണി കൃത്യമായിട്ട് നമ്മൾ ടാപ്പ് ചെയ്യുക. അതിനെ എല്ലാ പോസിബിൾ സിനാരിയോസും നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്യുക, അതിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എവിടെ നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് വാട്ട് ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ്, വാട്ട് ക്രിയേറ്റീവ് വി ഷുഡ് പ്ലേസ്, ഏത് ചാനലിൽ നമ്മൾ പ്രോപ്പറായിട്ട് മെസ്സേജിങ് എല്ലാം അതിലൊരു ക്ലാരിറ്റി വേണം. അടിപൊളി. നൗ ഐ തിങ്ക് ഒരു സോഫാർ ഉള്ളൊരു ജേർണിയിൽ യു ഹാവ് ഇന്ററാക്റ്റഡ് with hundreds of students. True. Right. So as a ഒരു ബിഗിനർ ആയിട്ടുള്ള ഇപ്പം ഹാരിസ് ആൻഡ് കോയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 750 ആൻഡ് ഇന്നത്തെ ഇന്ററാക്ഷനും കൂടി കഴിഞ്ഞാൽ ക്ലോസ് ടു 1000 സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഞങ്ങളെ ഏറ്റവും കൂടുതൽ അതായത് പ്ലേസ്മെന്റ് കാറ്റഗറി എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് മാർക്കറ്റ് എന്നുള്ള റോളാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഈ ബിഗിനേഴ്സ് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്സ് എന്തൊക്കെയാണ് ജനറലി ടു അവോയ്ഡ്? ഇനീഷ്യലി എല്ലാവരും ഒരു ഹൈപ്പിന്റെ പുറകിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് ചുമ്മാ അങ്ങോട്ട് വരുന്ന ആദ്യമേ കയറുന്ന ഒരു സെറ്റ് ഓഫ് ആളുകളുണ്ട്. അവരൊരു ട്രെൻഡിന്റെ ബേസിൽ പോവാണ്. ഞാൻ അവരെ ബ്ലെയിം ചെയ്യല്ല. ഒരു ട്രെൻഡ് വാട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളും ചെറുതിലെ ചോദിക്കുന്ന വാട്ട് നെക്സ്റ്റ്, ഓക്കെ ലെറ്റ്സ് ഡു എ കോഴ്സ്. ഒരു 3 മാസം 4 മാസം ഒന്ന് എൻജോയ് ചെയ്യുക. ഓഫ്ലൈൻ ബാച്ച് ആണെങ്കിലും പെർഫോമൻസ് മാർക്കറ്റിംഗ് സൈഡിലോട്ട് വരുവാണെങ്കിൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ആളുകളാണ്. എനിക്കിതുവരെ ഓൺ ബോർഡ് ആയിരിക്കും ഇന്ററാക്ഷൻ ഒക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ആളുകളാണ്. ജെന്യുയിൻ ക്വസ്റ്റ്യൻസ്, വി ഡിസ്കസ് കേസ് സ്റ്റഡീസ് ബിസിനസിന്റെ അവരുടെ റിയൽ ബിസിനസ് പ്രോബ്ലം. ഓൺട്രപ്രണേഴ്സ് വരാറുണ്ട്, സ്റ്റാർട്ടപ്പ് ഓണേഴ്സ് വരാറുണ്ട്, ബിസിനസ് മാനേജേഴ്സ് വരാറുണ്ട് നമ്മുടെ ഈ ഒരു കോഴ്സിന്. കാര്യം അവർക്ക് ഒരു ഏജൻസി ഉണ്ട്, അവരെ ഹയർ ചെയ്യുന്നതാണ്. അവരെ എങ്ങനെ ഹയർ ചെയ്യണം, എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് അതിന്റെ ഏറ്റവും കൂടുതൽ ആ ഒരു കൊഹോർട്ടിന്റെ അല്ലെങ്കിൽ നമ്മുടെ കൊഹോർട്സിന്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് തന്നെയാണ്. കാരണം അവർ ഓൾറെഡി ദേ നോ ദ ബിസിനസ്, ദേ നോ ദ പ്രൊഡക്റ്റ്. അതെ. അപ്പൊ ഈ ഒരു ഓഡിയൻസിലോട്ട് കാറ്റർ ചെയ്യുമ്പോൾ അവര് ബിഗിനർ സ്റ്റേജിങ് ഈ ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നതാണ് എന്റെ ഒരു കോർ ഏരിയ ആയിട്ട് ഞാൻ പറയുന്നത്. ഒരു ലാസ്റ്റ് 4 years ആയിട്ട് ഗൂഗിൾ ആഡ് സ്പെസിഫിക് ആയിട്ട് ഞാൻ നല്ല രീതിക്കും വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഗൂഗിൾ ആഡ് സെഗ്മെന്റിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിംഗിലോട്ട് വരുമ്പോൾ മെറ്റ പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുവിധം അത്യാവശ്യം നല്ല രീതിക്ക് ആളുകൾ അതിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുന്നുണ്ട്. ഗൂഗിൾ ആഡ്സിൽ യു ഹാവ് ടു നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആകാണ്ട് ആ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് നമുക്കൊരു എൻട്രി എളുപ്പമല്ല.
ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഈ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുന്ന ബോറിംഗ് പാർട്ട് എന്ന് ഞാൻ പറയും. തിയറി മനസ്സിലാക്കുക, എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുള്ള ടൂൾസുകൾ ഉപയോഗിക്കാൻ പറ്റുന്നത്. അവര് ആക്ച്വലി അത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മിക്ക ക്ലാസ്സുകളും ആ ക്ലാസ്സിന് ഓറിയന്റഡ് ആയിട്ടുള്ളത്. അവർക്ക് എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കും, അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ള രീതിയിലാണ് എൻ്റെ മൊഡ്യൂൾസ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്. നമുക്കൊരു സ്ട്രക്ചർ ഉണ്ടെങ്കിലും ആ സ്ട്രക്ചർ ഫുള്ള് കാറ്റർ ചെയ്യും. പക്ഷെ ഞാൻ ആ ഒരു ബാച്ചിന് എന്താ വേണ്ടത്, ചിലപ്പോൾ ആ മിക്സിൽ കൂടുതലും ബിസിനസ് ഓണേഴ്സ് ആയിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടത് കൂടുതലും ബിസിനസ് നോളജ് പ്ലസ് PM ആണ്. ഗൂഗിൾ ആഡ്സിൽ അവർക്ക് എന്തൊക്കെ ചെയ്യാം, അതിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, എക്സിക്യൂഷൻ സ്റ്റൈൽ ഉറപ്പായിട്ടും വരും. മിക്കവരും നമ്മുടെ ക്ലാസ്സിലുള്ള എക്സിക്യൂഷനും കാര്യങ്ങളും മിക്ക സ്റ്റുഡൻസും അല്ലെങ്കിൽ പുറത്തോട്ട് പറയുകയാണെങ്കിലും പെർഫോമൻസ് മാർക്കറ്റിംഗിൽ ചെയ്ത് നോക്കാം. നമുക്കൊരു ഗൂഗിൾ ആയിട്ടുള്ള കേസിൽ എല്ലായിടത്തും നമുക്ക് ക്ലയന്റ് കിട്ടില്ല. ക്ലയന്റിനെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് അതിൽ നിന്ന് ഒരു റിസൾട്ട് കിട്ടി അതിൽ നിന്ന് നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇനീഷ്യൽ സ്റ്റേജിൽ എല്ലാവരും ചടപടെ. ഇനി നമ്മുടെ ഒരു സ്റ്റുഡന്റ് ആണ്, എന്നെ ഇതേപോലെ നമുക്ക് 1-on-1 സെഷൻ എടുത്ത് അക്കൗണ്ട് ഒക്കെ റിവ്യൂ ചെയ്യിപ്പിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാം ചെയ്തു, സോറ് പറഞ്ഞ പോലെ എല്ലാം ചെയ്തു, എനിക്ക് റിസൾട്ട് വന്നില്ല. ഞാൻ ജസ്റ്റ് നോക്കിയപ്പോ ആഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് 4 ദിവസമായിട്ടുള്ളൂ. അതിന്റെ ഇടയിൽ 4 ഒപ്റ്റിമൈസേഷൻ, 4 ദിവസം ഒപ്റ്റിമൈസ് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ, സാറ് പറഞ്ഞതാണ്, എനിക്ക് നല്ലപോലെ അറിയാം, നല്ല അടിപൊളി സ്റ്റുഡന്റ് ആണ്, വളരെ ബേസിക് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത. എന്റെ ക്ലാസ്സിൽ ഞാൻ എല്ലാ ബാച്ചിലും പറയുന്ന റെഫറൻസ് ആണ് ഉണ്ടാവും. ആൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഒരു പുതിയൊരു ടാബ് എടുക്കാൻ പോലും സ്കില്ലിൽ, അതായത് ആ ഒരു ലെവലില് ജസ്റ്റ് ഒരു ബേസ് നോളജിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. ആ സ്റ്റുഡന്റ് ഫൈനലി ഇത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് ഇപ്പൊ പ്ലേസ്ഡ് ആണ്, ആള് UAE പ്ലേസ്ഡ് ആണ്. അപ്പൊ ആ ഒരു ലെവലിലോട്ട് ആൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റി. ഈ ഒരു സ്റ്റുഡന്റിന്റെ ഈ ഒരു 1-on-1 സെഷനിൽ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ക്ലൈന്റ് പ്രഷർ ആണ് ഇവരെ. ഗൂഗിൾ ആഡ്സിന്റെ കേസിൽ നമുക്ക് ക്ലൈന്റ് വൺസ് പേ ചെയ്ത് കഴിഞ്ഞാൽ അവര് നെക്സ്റ്റ് ഡേ മുതൽ റിസൾട്ട് ചോദിച്ചു. ആ റിസൾട്ട് നമുക്ക് ക്ലയന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഒരു തലവേദനയാണ്. പെർഫോമൻസ് മാർക്കറ്റിംഗ് സൈഡിൽ വരുമ്പോൾ Day 1 മുതൽ റിസൾട്ട് വരില്ല, അല്ലെങ്കിൽ Day 7 മുതൽ പോലും നമുക്ക് വളരെ റെയർ ആയിട്ടാണ് റിസൾട്ട് വന്ന് തുടങ്ങുന്നത് ഗൂഗിൾ ആഡ്സിൽ. അവരുടെ പ്രഷർ കൊണ്ടാണ് ആൾ ഒപ്റ്റിമൈസ് ചെയ്തത്. ആള് വിചാരിച്ച് ഇനി എന്തെങ്കിലും ഞാൻ ചെയ്തതിൽ മിസ്റ്റേക്ക് വരണ്ടെന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെറിയ ചെറിയ ഒപ്റ്റിമൈസേഷൻ ചെയ്തു കൊടുത്തു. അപ്പോൾ ഇതൊരു ഓരോ സ്റ്റുഡൻസും വരുത്തുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകളിൽ ഒന്നാണ്. രണ്ടാമത്തെ എക്സിക്യൂഷൻ സൈഡ്. ഒരു എന്റെ അറിവില് ഒരു കോഴ്സും ഇല്ല 360 ഡിഗ്രിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കംപ്ലീറ്റ്ലി പഠിപ്പിച്ചു വിടുന്നത്. കാര്യം അത് പോസിബിൾ അല്ല. ഞാൻ ഇന്ന് പഠിപ്പിക്കുന്ന ടോപ്പിക്ക് പോലും നാളെ കുറെ ചേഞ്ചസ് വരുന്നത്. എന്റെ പല ബാച്ചിലും ഞാൻ രാവിലെ റൺ ചെയ്ത ക്യാമ്പയിൻ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് ഞാൻ അവരെ കാണിക്കുന്ന സമയത്ത്, ഒരു പുതിയ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ചേഞ്ചസ് ഗൂഗിൾ സഡൻലി വരുത്തിയിട്ടുണ്ട്. അപ്പൊ അത്രയും ഫാസ്റ്റ് പേസിൽ ഇവോൾവ് ആവുന്ന ഒരു സിനാരിയാണ് ഇപ്പൊ ഉള്ളത്. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ നമ്മുടെ നോർമൽ ഗൂഗിൾ ആഡ്സിന്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്യുക, നമുക്ക് എന്താ പറയാ നെക്സ്റ്റ് ക്യാമ്പയിൻ ടൈപ്പ് സെലക്ട് ചെയ്യുക എന്നുള്ള. ഞാൻ നോക്കുമ്പോൾ ഒബ്ജക്റ്റീവ് കഴിഞ്ഞാൽ നേരെ ഉടനെ ക്യാമ്പയിൻ ടൈപ്പില് വേറെ രീതിയിൽ, അതായത് നമുക്ക് ചാനൽസ് ചൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ യൂട്യൂബ് ചൂസ് ചെയ്യണോ, നിങ്ങൾക്ക് Gmail ചൂസ് ചെയ്യണോ, അത് കംപ്ലീറ്റ്ലി ഇനി വേണ്ട. ഗൂഗിൾ ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയതാ. ഈ ഒരു അപ്ഡേറ്റ് ഒക്കെ എല്ലായിടത്തും റോൾ ഔട്ട് ആവും, പക്ഷെ അത് ഓരോ സ്ഥലങ്ങളിലും ഓരോ ടൈമിലാണ് വരുന്നത്. ഒരു ബീറ്റ വേർഷനിൽ ഇടും, പിന്നീട് അവര് ഓക്കെ വേണ്ട ഈ ഒരു അപ്ഡേറ്റ് വേണ്ടെന്ന് പറഞ്ഞ് പഴയ ഒരു വേർഷനിലോട്ട് വരും. ഇതിങ്ങനെ വളരെ അഗ്രസീവ് ആയിട്ട് ഗൂഗിൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ മാത്രമല്ല, മെറ്റ ഇത്രയും നാള് ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന പല കാര്യങ്ങളും വർക്ക്ഔട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒറ്റയടിക്കാണ് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് മൊത്തത്തില് ക്യാമ്പയിന്റെ രീതി മൊത്തം മാറിപ്പോയി. അപ്പൊ 8 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ന്യൂ ബിഗിനേഴ്സിന് പോലും മെറ്റയിൽ വളരെ നല്ല റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. കോമ്പറ്റീഷൻ അതേപോലെ ഇൻക്രീസ് ചെയ്തു എൻട്രി ലെവൽ എളുപ്പമാകുമ്പോൾ. അടിപൊളി. നൗ അഗെയിൻ കമ്മിങ് ബാക്ക് ടു ക്രിയേറ്റീവ്സ്. ഓക്കെ, നമ്മൾ എക്സിക്യൂഷന്റെ ഒരു സാധനം പറഞ്ഞു. ദ ഗെയിൻ ഫോർ ദ എന്താ പറയുക ബിഗിനേഴ്സിനാണ്. നമ്മൾ ഓൾറെഡി ക്രിയേറ്റീവിനെ കുറിച്ച് കുറച്ച് നേരം സംസാരിച്ചു. വിച്ച് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്, ക്രിയേറ്റീവ് ഓർ ടാർഗറ്റിംഗ്? ക്രിയേറ്റീവ് ആണ് മോർ ഇമ്പോർട്ടന്റ് എന്ന് പറയും. സോ ടാർഗറ്റിംഗ് ദ പ്ലാറ്റ്ഫോം വിൽ ടേക്ക് ഓവർ ഇറ്റ്. ഇപ്പോ കറന്റ് സിനാരിയോ പറയുകയാണെങ്കിൽ സ്പെസിഫിക്കലി മെറ്റ ക്രിയേറ്റീവ് പാർട്ട് നമ്മൾ നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യുവാണ്. നല്ല കൃത്യമായിട്ട് കറന്റ് റിസർച്ച് ചെയ്ത് പ്രോപ്പറായിട്ട് ചാനൽ ചെയ്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ക്രിയേറ്റീവ് ആണെങ്കിൽ ടാർഗറ്റിംഗ് സൈഡിൽ നമുക്ക് ഇനി അധികം ഒന്നും ചെയ്യാനില്ല. ഇനി അങ്ങോട്ട് മാക്സിമം അത് കുറഞ്ഞു വരികയുള്ളൂ. ഞാൻ ഒരു റീസെന്റ് അപ്ഡേറ്റ്സ് കണ്ടതാണ്, നമുക്ക് ചാറ്റ് ചെയ്ത് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് പോവുകയാണ് പ്ലാറ്റ്ഫോം. അപ്പോ ആ ഒരു ലെവലിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന അവിടെയാണ് പെർഫോമൻസ് മാർക്കറ്റർ അഡ്വാൻസ്ഡ് ആവേണ്ടത്. അവിടെയാണ് നമ്മുടെ ഈ ഒരു കോൺവെർസേഷൻ ഫുൾ ഫ്രം A to Z സംസാരിക്കേണ്ടി വരുന്നത്. ജസ്റ്റ് ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗ് അല്ല, ഇറ്റ്സ് ഓൾ അബൌട്ട് ബിസിനസ്, അണ്ടർസ്റ്റാൻഡിങ് ദ ബിസിനസ്, ഹൗ ഇറ്റ് വർക്ക്സ്, എവിടെ നിന്നാണ് റവന്യൂ വരുന്നത്, എവിടെയാണ് റവന്യൂ പോകുന്നത്,
എങ്ങനെയാണ് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഇവിടെയാണ് ഇനി പെർഫോമൻസ് മാർക്കറ്റർ എന്ന് പറയുന്നത് ഇതായിരിക്കും. ലൈക്ക് ഒരു സിസ്റ്റത്തിന്റെ മുന്നിൽ ഇരുന്ന് ചെയ്യുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു. നമുക്ക് ഇനി ഗ്രൗണ്ടിലോട്ട് ഇറങ്ങേണ്ടി വരും, ഇറങ്ങി പണിയെടുക്കേണ്ടി വരും. ഓക്കെ, അടിപൊളി. നൗ സേ അനന്തു ഒരു പെർഫോമൻസ് മാർക്കറ്റർ ഹയർ ചെയ്യാണ്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരു ഓൺട്രപ്രണർ, ഒരു ടീം ലീഡ്, സമ്മൺ ഒരു പെർഫോമൻസ് മാർക്കറ്റർ ഹയർ ചെയ്യാണ്. എന്ത് സ്കിൽസ് ആയിരിക്കും അയാൾ നോക്കുന്നുണ്ടാവുക? ഹൗ ഡു യു അനലൈസ്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഞാൻ അതിനു മുന്നേ എന്റെ റീസെന്റ് ഇന്റർവ്യൂ സ്റ്റോറി ഞാൻ പറയാം. എനിക്കൊരു ഫ്രഷർ, എന്റെ കമ്പനിയിലോട്ട് എനിക്ക് ഫ്രഷേഴ്സിനെ വേണം. സ്റ്റാർട്ടിങ് ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റിലോട്ടാണ് വേണ്ടത്. 20 സ്റ്റുഡൻസിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തു. 20 സ്റ്റുഡൻസിൽ 15 ആളുകൾക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കഴിഞ്ഞ് അവർ ഇന്റേൺഷിപ്പും ചെയ്തു. പക്ഷെ ബേസിക് ചോദ്യങ്ങളുടെ ഉത്തരം, CPL എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന്, കോസ്റ്റ് പെർ ലീഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് അറിയില്ല. എങ്ങനെയാണ് ഒരു എന്താ പറയാ പ്രോപ്പർ പെർഫോമൻസ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെഗ്മെന്റ് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നതെന്ന് അറിയില്ല, എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല, യൂസർ ജേർണി അറിയില്ല. അങ്ങനെ കുറെ ബേസിക്സ് കാര്യങ്ങൾ, ഫണ്ടമെന്റൽസ് അറിയില്ല അവർക്ക്. അത്രയും പോലും എന്താ പറയാ ഈ ഒരു നല്ല രീതിക്ക് ഈ ഒരു മാർക്കറ്റ് അഗ്രസീവ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾ അതിനെ ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നാണ്. യങ്സ്റ്റേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ, സെക്കൻഡ് ഞാൻ എപ്പോഴും ഹയർ ചെയ്യുമ്പോൾ ഞാൻ നോക്കുന്ന ആറ്റിറ്റ്യൂഡാണ്. ആള് ക്യൂരിയസ് ആണോ, ആൾക്ക് ഗ്രോ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടോ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എന്തും പഠിപ്പിച്ചെടുക്കാതെ. പഠിപ്പിക്കുന്ന കാര്യം ആരെ വേണമെങ്കിലും നമുക്ക് ഹാർഡ് വർക്ക് കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും പഠിപ്പിച്ചെടുക്കാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് അതായത് ആ ഒരു കാൻഡിഡേറ്റ് ക്യൂരിയസ് ആണോ, ലൈക്ക് പുതിയത് പഠിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടോ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണോ. ഇത്രയും ഉണ്ടെങ്കിൽ തന്നെ ബേസിക്സ് അറിയാമെങ്കിൽ ഞാൻ അപ്പം തന്നെ ഓൺബോർഡ് ചെയ്യും. എനിക്ക് വേറെ ഒന്നും വേണ്ട, ഇത് മതി. പിന്നീട് ആള് ഗ്രോ ചെയ്തോളും, അതിന്റെ കൂടെ നമ്മുടെ സിസ്റ്റമും ബിൽഡായി വന്നോളും. പുതിയ അപ്സ്കിൽ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് മാത്രം മതി. പിന്നീട് ആ ഒരു ആൾക്ക് കൊടുക്കുന്ന വർക്ക് ആള് കോൺഫിഡന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടുവരും എന്നുള്ളത്. ഇനിയിപ്പോ പണ്ടാണ് എക്സിക്യൂഷന് പ്രോബ്ലം ഉണ്ടായത്. ഇപ്പോ ChatGPT ഒക്കെ വന്നതുകൊണ്ട് എക്സിക്യൂഷൻ സൈഡൊക്കെ കുറേയധികം ബോറിംഗ് ടാസ്കുകളൊക്കെ ഇപ്പൊ AI ടേക്ക് ഓവർ ചെയ്യുവാണ്. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്യുക, വിഷണറി ആകുക, നല്ല ഐഡിയ വേണം, ഗ്രോ ചെയ്യാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം. ഇത്രയും ഉണ്ടെങ്കിൽ ഓക്കെ. അപ്സ്കില്ലിംഗ് എന്ന് പറഞ്ഞ സാധനം പറഞ്ഞുകൊണ്ട് പറയാണ്, ഇറ്റ്സ് വെരി ഫാസ്റ്റ് ഗോയിങ്. അത് ഇപ്പോൾ അനന്ത് പറഞ്ഞ രാവിലെ ക്യാമ്പയിൻ പറഞ്ഞിട്ട് വൈകുന്നേരത്തേക്ക് മാറി, പുതിയ സാധനം വന്നു. ഹൗ ഇമ്പോർട്ടന്റ് ഈസ് അപ്സ്കില്ലിംഗ്? അതും പെർഫോമൻസ് മാർക്കറ്റിംഗ്. അതിലൊരു കറക്ഷൻ ഉണ്ട്. രാവിലെ ക്യാമ്പയിൻ റൺ ചെയ്തപ്പോ അതേ എന്റെ പർട്ടിക്കുലർ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ചിലപ്പോൾ റോൾ ഔട്ട് ആയത് ഒരു ടൈമിലായിരിക്കും. നേരത്തെ റോൾ ഔട്ട് ആയിരുന്ന ഒരു അപ്ഡേറ്റ്സ് ആണ്, പക്ഷെ എല്ലാ സ്ഥലത്തും അത് വിസിബിൾ ആയി വരുന്നൊന്നുമില്ല. ഇപ്പൊ ബീറ്റ വേർഷനിൽ ഗൂഗിളിലെ കുറെ സ്ഥലങ്ങളിൽ ലൈക്ക് കുറെ ബീറ്റ വേർഷനിൽ കുറെ കാര്യങ്ങൾ ഗൂഗിൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പല ടൈം പീരീഡിലായിട്ടാണ് ഓരോ അക്കൗണ്ടിലും റോൾ ഔട്ട് ആവുക. സോറി, ബാക്ക് ടു ദി ക്വസ്റ്റ്യൻ. അപ്സ്കില്ലിംഗ് പെർഫോമൻസ് മാർക്കറ്റ് സംബന്ധിച്ചോളം എത്ര ഇമ്പോർട്ടന്റ് ആണ്, എങ്ങനെ അപ്സ്കിൽ ചെയ്യാം? കണ്ടിന്യൂസ് ലേണിംഗ്. എന്റെ ഫൈനൽ ക്ലാസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ലേണിംഗ്. ഞാൻ ഫൈനലി കൊടുക്കുന്ന ഓരോരോ നോട്ടാണ്. പെർഫോമൻസ് മാർക്കറ്റ്, ഒരു പെർഫെക്റ്റ് പെർഫോമൻസ് മാർക്കറ്റർ എന്ന് പറഞ്ഞ് ലോകത്ത് ഒരാളെ എനിക്ക് കാണിക്കാൻ പറ്റില്ല. കാര്യം ഇന്ന് ആള് പഠിച്ച കാര്യമല്ല നാളെ, അതായത് ഇന്ന് അതേപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഇത്രയും നമ്മൾ പഠിച്ച കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ പോലും ചിലപ്പോൾ നമുക്ക് സമയം ഉണ്ടാവില്ല. ആ ടൈമിലാണ് നമ്മൾ അപ്സ്കിൽ ചെയ്യാൻ വേണ്ടി പുതിയ അപ്ഡേറ്റ് തേടി പോകുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ലേണിംഗ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. നെവർ എൻഡിങ് ലേണിംഗ് ആയിരിക്കും ഇത്. അതേപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഡോപ്പമിൻ ഹിറ്റ് വരുന്ന ഏരിയ ആണ്. റിസൾട്ട് ചെയ്യാൻ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്താൽ അവിടെ റിസൾട്ട് വരും. എക്സിക്യൂട്ട് ചെയ്യുക, പ്രോപ്പറായിട്ട് ചെയ്താൽ റിസൾട്ട് വരും ഫോർ ഷുവർ. അത് വന്നില്ലെങ്കിൽ ask question why, again ask why, again ask why. At least you should ask 5 times. എന്നാൽ മാത്രമേ നമുക്കൊരു കൃത്യമായിട്ടുള്ള ആൻസറിലോട്ട് എത്താൻ പറ്റുള്ളൂ. അതേപോലെ ഇപ്പൊ നമ്മൾ അപ്സ്കില്ലിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ പെർഫോമൻസ് മാർക്കറ്റിങ്ങിന്റെ മാത്രം കോഹോട്ട് ഇപ്പോൾ 10ാമത്തെ കോഹോട്ടാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അപ്സ്കില്ലിങ്ങിന് വേണ്ടിയിട്ടായിട്ട് എന്തൊക്കെ ടൈപ്പ് ഓഫ്, ഇപ്പൊ അനന്തൊരു സ്റ്റോറി ഓൾറെഡി പറഞ്ഞു, അപ്പൊ അതല്ലാതെ വാട്ട് കൈൻഡ് ഓഫ് പീപ്പിൾ ആർ കമ്മിങ് ടു അവർ പ്രോഗ്രാംസ്? എനിക്ക് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി അറിയേണ്ടിട്ടായിട്ട് ചോദിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഓൺട്രപ്രണേഴ്സ് വരുന്നുണ്ട്, ബിസിനസ് മാനേജേഴ്സ് വരുന്നുണ്ട്, ഈവൻ ഏജൻസിന്ന് ഡയറക്റ്റ്ലി നമ്മുടെ കോഴ്സ് അപ്സ്കില്ലിങ്ങിന് വേണ്ടി അവര് ആക്ച്വലി സ്റ്റുഡൻസിനെ എൻറോൾ ചെയ്യിപ്പിക്കുന്നുണ്ട് നമ്മുടെ കോഴ്സിൽ. പിന്നെ കുറേയധികം ഹോം മേക്കേഴ്സ് നമ്മുടെ ബിഗിനർ ലെവൽ കോഴ്സ് എടുത്തിട്ട് നമ്മുടെ അക്കാഡമിയിൽ തന്നെ അവർക്ക് അഡ്വാൻസ്ഡ് വേണമെന്ന് പറഞ്ഞ് ഒരു 2 months 3 months പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എടുത്തതിന് ശേഷം നമ്മുടെ അഡ്വാൻസ് പ്രോഗ്രാമിലോട്ട് വരുന്നുണ്ട്. വളരെ എന്താ പറയാ, ഒരു അടിപൊളി മിക്സ് ആണ് എന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ. ലൈക്ക് നമ്മുടെ പെർഫോമൻസ് മാർക്കറ്റിംഗ് ബാച്ച് എന്ന് പറഞ്ഞാൽ നല്ലൊരു മിക്സ് ആണ്.
അതേപോലെ തന്നെ കാറ്റർ ചെയ്യാനും കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാ ലെവലിലും ഓരോ രീതിയിലാണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടി വരുന്നത്. ചിലവർക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പക്ഷെ നമ്മുടെ ക്ലാസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെയാണ്. ലാസ്റ്റ് 10 മിനിറ്റ്സിലാണ് പ്രോപ്പർ ഇൻഡെപ്ത് ആയിട്ടുള്ള ചോദ്യങ്ങളോട്ട് പോകുന്നത്. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടൈം ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ട, ഇപ്പൊ ബിസിനസ് ഓണേഴ്സ് ആണെങ്കിൽ അവരുടെ പെർസ്പെക്റ്റീവിൽ അവരുടെ ബിസിനസ്സിൽ എന്താണ് റിയൽ ടൈം നടന്നുകൊണ്ടിരിക്കുന്നത്, അവരുടെ ക്യാമ്പയിൻസ് എങ്ങനെയാണ് ഇപ്പൊ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്, എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കവർ ചെയ്യുന്ന പോകുന്ന ഒരു സിനാരിയോ ആണ്. ആൻഡ് ഫ്രാങ്ക്ലി എല്ലാവർക്കും നല്ലൊരു എന്താ പറയാ ഹാപ്പി ആയിട്ടാണ് നമ്മുടെ ക്ലാസ്. അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ലിറ്ററലി വൺ ഓഫ് ദ മോസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ ഉള്ള ഒരു പ്രോഗ്രാമാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മെന്റേഴ്സ് കൂടെയാണ് അവിടെ ഉള്ളത് എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ മിക്സ് ഉള്ളത് കൊണ്ട് തന്നെ കുറെ കൂടെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് കൾച്ചർ അവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാത്രമല്ല എല്ലാവർക്കും അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് ഞാൻ ബിഗിനർ ലെവലിലും പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ബിഗിനർ ബാച്ച് ഉണ്ടായിരുന്നു, അപ്പോൾ ആ ബാച്ചിലും പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അഡ്വാൻസ് ബാച്ചിലോട്ട് വരുമ്പോൾ കുറേ അധികം സ്റ്റുഡൻസിന് അവർക്ക് ഇംപ്രൂവ് ചെയ്യണം, അവർക്ക് ഗ്രോ ചെയ്യണം, അപ്സ്കിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ഒരു പാഷൻ, ആ ഒരു ഫയർ എനിക്ക് ക്ലാസ്സിൽ കാണാൻ പറ്റും. ഡെയിലി വന്ന് ഓരോ കാര്യങ്ങളും കുറേ ഡിസ്കഷൻസും കുറേ അധികം ഡൗട്ട്സുകളായിട്ട് പോകുന്ന കുറേ അധികം ബാച്ചസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവരെ ഞാൻ പഠിപ്പിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, എൻഡ് ഓഫ് ദ ഡേ ലൈക്ക് വെൻ ഐ ഗോ ടു ബെഡ്, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ലൈക്ക് ഐ ഡിഡ് മൈ ലെവൽ ബെസ്റ്റ് ആൻഡ് ദേ ആർ ഹാപ്പി. റീസെന്റ് എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയ ഒരു സിനാരിയോ ആണ്. നമ്മുടെ ഗൂഗിൾ GMB, ഗൂഗിൾ മൈ ബിസിനസ് പ്രൊഫൈലില് ഒരു സ്റ്റുഡന്റ് വന്ന് കമന്റ് ചെയ്തു, സ്പെസിഫിക്കലി എന്റെ കാര്യം പറഞ്ഞു, ആൾ എത്രത്തോളം മോട്ടിവേറ്റഡ് ആയി, സ്പെസിഫിക്കലി പെർഫോമൻസ് മാർക്കറ്റിംഗ് ഹക്കയിൽ നിന്ന് എന്ത് റിസൾട്ട് വന്നെന്നുള്ളത് പറഞ്ഞപ്പോ അന്ന് ഞാൻ എന്റെ സ്വന്തം ഏജൻസി ഉണ്ട്, അവിടെ വർക്കൊക്കെ കഴിഞ്ഞ് കുറെ അധികം എക്സോസ്റ്റഡ് ആയിട്ട് ക്ലയന്റിനായിട്ടൊക്കെ കുറെ ഡീൽ ചെയ്യാനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വന്ന ദിവസം, ആ ദിവസം എന്നെ ഹാപ്പി ആക്കിയ ഒരു മൊമെന്റ് അതായിരുന്നു. നമ്മുടെ സ്റ്റുഡൻസ് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് വരുന്നു, അതിനേക്കാൾ ഉപരി അവർക്ക് ലൈഫിൽ ഗ്രോ ചെയ്യാൻ പറ്റി, അവർക്ക് മോട്ടിവേറ്റഡ് ആകാൻ പറ്റി, അവർക്ക് അപ്സ്കിൽ ചെയ്യാൻ പറ്റി, നല്ല ജോബിൽ പ്ലേസ്ഡ് ആകാൻ പറ്റി. കുറേ അധികം പേര് ഇപ്പോഴും എനിക്ക് കോണ്ടാക്ട് ഉണ്ട്. ലിങ്ക്ഡിൻ ത്രൂ ആണെങ്കിലും അവർക്ക് UAE പ്ലേസ്ഡ് ആയി, നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റി വന്നു. കുറെ അധികം ആളുകൾക്ക് ഇപ്പൊ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം അതിന്റെ നമ്മൾ പറയുമ്പോൾ പോസിറ്റീവ് സൈഡ് പറയുമ്പോൾ നെഗറ്റീവ് സൈഡും കൂടി പറയണമല്ലോ, എക്സിക്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് ബിസി സ്കെഡ്യൂളിന്റെ ഇടയിൽ അപ്സ്കില്ലിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിട്ട് വരുന്നു. കോഴ്സിന് എൻറോൾ ചെയ്യുന്നത് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 ഈസ് കംപ്ലീറ്റിംഗ് ദ കോഴ്സ് ആൻഡ് സ്റ്റെപ്പ് 3 ഈസ് ലൈക്ക് നമ്മൾ റീലേൺ ചെയ്യാൻ, നമ്മൾ പഠിച്ചതൊക്കെ ഒന്നും കൂടി പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സാഡ് ന്യൂസ്. ബട്ട് അവർക്കൊരു പ്രോബ്ലം വന്നാൽ നമ്മള് ഈ ഒരു കമ്മ്യൂണിറ്റി എപ്പോഴും ഉണ്ട്. എനിക്ക് എപ്പോഴും റിക്വസ്റ്റുകൾ വരാറുണ്ട്, നമ്മൾ മാക്സിമം അത് കാറ്റർ ചെയ്യാറുണ്ട്. സോ ദാറ്റ്സ് ഹൗ ദി ഹോൾ ജേർണി ഈസ് ആൻഡ് ഐ ആം റിയലി എൻജോയിങ് ഇറ്റ്. അടിപൊളി. നൗ അഗൈൻ വെരി interesting question. What is the current market for performance marketers? അതേപോലെ തന്നെ എത്ര സാലറി കാര്യങ്ങളൊക്കെ ഒരു പെർഫോമൻസ് മാർക്കറ്റർക്ക് കിട്ടാം, കൊടുക്കാം എന്നൊക്കെയുള്ള കാര്യം? ഞാനൊരു കേരള മാർക്കറ്റ് എടുക്കുവാണ്. നമുക്ക് UAE മാർക്കറ്റ് വളരെ അഗ്രസീവായിട്ട് ഗ്രോ ചെയ്യുന്ന മാർക്കറ്റാണ്, ഗ്ലോബലി ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മാർക്കറ്റാണ്. എനിക്കൊരു ഫിക്സഡ് റേറ്റ് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, ഒരിക്കലും. അത് ലൈക്ക് ഐ ഡോണ്ട് ഫീൽ ദാറ്റ്സ് റൈറ്റ് തിങ് ടു സേ. പ്രത്യേകിച്ച് ഒരു പോഡ്കാസ്റ്റ്. എനിവേ അതായത് പെർഫോമൻസ് മാർക്കറ്റിംഗ് സൈഡില് ഒരു ബിഗിനർ ലെവലുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ഗൂഗിൾ അനലിറ്റിക്സ് ഫ്രീ കോഴ്സുകളുണ്ട്. ഗൂഗിൾ ടാഗ് മാനേജർ, ഇത് ഗൂഗിൾ അനലിറ്റിക്സ്, ഗൂഗിൾ ടാഗ് മാനേജർ, മെറ്റ ആഡ്സ്. ഗൂഗിൾ ആഡ്സ് കുറച്ച് അറിഞ്ഞിരുന്നാലും മതി ഇനീഷ്യൽ സ്റ്റേജില്. ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ പഠിക്കുകയാണ്, പ്രോപ്പറായിട്ട് അപ്സ്കിൽ ചെയ്യുകയാണെങ്കിൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്. ഇത്രയും അധികം ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഉള്ള ഒരു എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റ്. ഇത്രയധികം റിസോഴ്സ് ഉള്ള ഒരു ഏരിയ, വർക്ക് ഫോഴ്സ് വേൾഡിന് കാറ്റർ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇന്ത്യ. അപ്പൊ ഇത്രയും ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഗ്ലോബൽ എക്സ്പോഷർ ആണ്. ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു ക്ലയന്റിന്റെ ഒരു വീഡിയോ 1 മില്യൺ റീച്ച് പോയിട്ട് കിട്ടിയ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ഓവർ ദി ഗ്ലോബാണ് ഓർഡർ വന്നത്. യൂറോപ്യൻ കൺട്രീസ് മുതൽ ഓർഡർ വന്നു. അപ്പൊ ഇത്രയും നമുക്ക് എക്സ്പോഷർ ഉള്ള ഒരു ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. പെർഫോമൻസ് മാർക്കറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ദിസ് വിൽ ബി എ ഫിക്സഡ് ഇൻകം ഫോർ യു എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. പ്രോപ്പർ ആയിട്ട് മാർക്കറ്റിൽ ടാപ്പ് ചെയ്യുകയാണ്, നിങ്ങളുടെ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് അതിനെ എന്താ പറയുക യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എഴുതി ഒരു ഫിക്സഡ് അല്ലെങ്കിൽ ഒരു ആവറേജ് റേഞ്ച് ഒന്നും പറയാൻ പറ്റില്ല. അത്രയും ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഏരിയ ആണ്.
ബിഗിനർ ലെവലിൽ ഇനി വേണമെങ്കിൽ എനിക്ക് പറയാം, ഇപ്പൊ കറന്റ് മാർക്കറ്റിൽ ഞാനിപ്പോ ആക്റ്റീവായിട്ട് ഉള്ളത് കൊണ്ട് ബിഗിനർ ലെവലിൽ എത്ര കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ എത്ര ഉണ്ടാവും, മാക്സിമം എത്ര വരെയൊക്കെ ഒരു ആവറേജ് പോകാൻ പറ്റുമെന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് തിങ് ടു സേ സോ, ഐ ഫീൽ സോ. ഓക്കെ, അടിപൊളി. ഐ തിങ്ക് നേരത്തെ അപ്സ്കില്ലിങ്ങിന്റെ കാര്യം പറഞ്ഞ സമയത്ത് ഇതിനോട് ബന്ധപ്പെട്ടിട്ട് തന്നെ ജസ്റ്റ് ഒരു കാര്യം ആഡ് ചെയ്യുന്ന വെച്ചാൽ, ഇപ്പൊ റീസെന്റ് ഉള്ള എൻ്റെ ഒരു ഡിസ്കഷൻസിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ, പെർഫോമൻസ് മാർക്കറ്റേഴ്സ് ഷുഡ് ലേൺ സെയിൽസ് പഠിക്കണം. അത് സെയിൽസ് ഇൻ ദ സെൻസ് അവരെ സെല് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതല്ല, അവർ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ സെയിൽസ് എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നുള്ളത് പഠിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജസ്റ്റ് വാണ്ടഡ് ടു ആഡ് ദാറ്റ് ഓൺ ആസ് വെൽ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Okay, if Anandu is starting your journey once again, okay, as a performance marketer, എവിടുന്ന് തുടങ്ങും ആൻഡ് എങ്ങനെയായിരിക്കും അത് ബിൽഡ് ചെയ്ത് പോവാ? ഓക്കെ, ടു ബി റിയലിസ്റ്റിക്, എനിക്ക് ടോട്ടൽ വേണ്ടി വരുന്നത് ഒരു ലൈക്ക് എക്സിക്യൂഷൻ സൈഡ് പ്ലസ് തിയറി, ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് മോസ്റ്റ് പ്രോബ്ലി ഒരു 6 months വേണ്ടി വരും. ഓക്കെ, സോ ഫ്രം ഡേ 1 സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, സോഷ്യൽ മീഡിയയുടെ സൈഡിൽ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ എൻട്രി ഉള്ള ഒരു ഏരിയ സോഷ്യൽ മീഡിയ ഏരിയ. അവിടെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഫണ്ടമെന്റൽസ് അറിയണം, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ അറിയണം. ഗൂഗിൾ അനലിറ്റിക്സ് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. കാര്യം വെബ്സൈറ്റിൽ വരുന്ന ആളുകൾ എന്ത് ചെയ്തു, എവിടെ നിന്നാണ് നമുക്ക് ട്രാഫിക് വരുന്നത്, അവരെന്തൊക്കെ ആക്ഷൻസ് ആണ് നമ്മുടെ വെബ്സൈറ്റിൽ എടുക്കുന്നത്, എന്തൊക്കെ ഇവന്റ്സുകൾ ട്രിഗർ ആയിട്ടുണ്ട്, കംപ്ലീറ്റ് നമുക്കൊരു ഐഡിയ ഈ പറയുന്ന അനലിറ്റിക്സിൽ നിന്ന് കിട്ടും. മൂന്നാമത് ഗൂഗിൾ ആഡ്സിലോട്ട് വരും. ഈ 3 പ്ലാറ്റ്ഫോമും നല്ല രീതിക്ക് തിയറിയും ഫൗണ്ടേഷൻസും പഠിച്ച്, ഇനി ഡേ 1 മുതൽ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത്രയധികം ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. നമ്മളിപ്പോൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കുറേയധികം ആളുകൾ പഠിക്കുന്ന ഒരു ഏരിയ ആണ്, അപ്സ്കില്ല് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. എങ്കിൽ പോലും പുതിയ പുതിയ ബിസിനസ്സുകൾ ഇപ്പോൾ കുറേയധികം ഈ ഒരു മേഖലയിലോട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലായി, ഇങ്ങോട്ട് പറഞ്ഞു വരുന്നുണ്ട്, ഇങ്ങോട്ട് ചോദിച്ചു വരുന്നുണ്ട്, നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റർ ആണോ, എങ്കിലും ഫ്രീലാൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു വരുന്നൊരു ഒരു ടൈമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പൊ ഇത്രയും എൻട്രി ഉള്ളത്, ഇത്രയും ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഏരിയ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് അപ്സ്കിൽ ചെയ്യുക, ഇത് ചാനലൈസ് ചെയ്ത് പോവുക, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഇത്രയും കാര്യങ്ങൾ ടെക്നിക്കലി നമ്മൾ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യും. തിയറി കൊണ്ട് മാത്രം ഒരു കാര്യമില്ല, റിയൽ വേൾഡ് എക്സ്പീരിയൻസ് ആണ്. ഈ ബുക്സിൽ എഴുതിയതൊക്കെ തിയറി മാത്രമാണെന്ന് നമ്മൾ ചെയ്തു നോക്കുമ്പോഴാണ് നമ്മുടെ ഇമോഷൻ എങ്ങനെ നമ്മളെ വർക്ക്ഔട്ട്, ഇമോഷൻ എങ്ങനെ നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എടുത്ത ആക്ഷൻ പ്രോപ്പർ അല്ല, എന്തൊക്കെ കാര്യങ്ങൾ തിയറി പറഞ്ഞത് നമുക്ക് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഇപ്പൊ എന്താ പറയാ ക്ലയന്റ് സമ്മതിക്കുന്നില്ല. സോ എന്റെ ഈ ഒരു ജേർണി പറയുകയാണെങ്കിൽ, ഞാൻ ഈ ഫ്രം സ്ക്രാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പായിട്ടും ചെയ്യും. അതോടൊപ്പം മാക്സിമം ഒരു ഏജൻസി എക്സ്പീരിയൻസ് ഞാൻ ഗെയിൻ ചെയ്യാൻ നോക്കും. കൂടുതലും ഏജൻസി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു എക്സ്പോഷർ ആണ്, മൾട്ടിപ്പിൾ ക്ലയൻസുകളായിട്ട് മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസ് മനസ്സിലാക്കാൻ. ഒരു ഇപ്പൊ മിക്കവർക്കും സംഭവിക്കുന്ന ഒരു പ്രോബ്ലം അതാണ്, അവരൊരു ഇൻഡസ്ട്രിയിൽ സ്റ്റക്ക് ആയി പോകും. അങ്ങനെ പോകാണ്ട് ഒരു ഏജൻസി ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ ഇനീഷ്യലി പോവുകയാണെങ്കിൽ, ഫ്യൂച്ചർ ലോങ് ടേം നോക്കുവാണെങ്കിൽ നമുക്കത് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും. എനിക്കും ഈ പറയുന്ന പോലെ മൾട്ടിപ്പിൾ ബിസിനസ്സുകളിലോട്ട് ഉള്ള എൻ്റെ ഒരു നോളജ് ആണ് ആക്ച്വലി ഒരു എല്ലാ ആംഗിളിൽ നിന്നും എനിക്ക് പ്രോപ്പർ ഇൻപുട്ടുകൾ ബിസിനസ്സിന് കൊടുക്കാൻ പറ്റുന്നതും. ഒരു ബിസിനസ്സിന് വർക്ക്ഔട്ട് ചെയ്ത സ്ട്രാറ്റജി ഒരിക്കലും മറ്റേ ബിസിനസ്സിന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യവും വർക്ക്ഔട്ട് ആവില്ല. അതേപോലെ തന്നെ ആ ബിസിനസ്സിന് ഒരു ജോഗ്രഫിയിൽ വർക്ക്ഔട്ട് ആയത് വേറൊരു ജോഗ്രഫി പോലും ട്രൈ ചെയ്താലും ഒരിക്കലും വർക്കാവില്ല. അപ്പൊ ആ സ്ഥലങ്ങളിലൊക്കെ അത്രയും മാറ്റമുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഒരു ബിസിനസ്സിൽ മാത്രം വർക്ക്ഔട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫ്യൂച്ചർ എന്താന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. അപ്പൊ മാക്സിമം ഒരു ബിഗിനർ ലെവലിൽ ഇരിക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ആണെങ്കിലും ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ ഒരു കോഴ്സിന് എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ പരിചയത്തിലുള്ള ഒരു ഓണ്ടർപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ അവർക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുക. എത്ര പേരുണ്ടോ എന്റെ പരിചയത്തിൽ തന്നെ, ഞാൻ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ എനിക്ക് വീഡിയോഗ്രാഫേഴ്സ് മുതൽ ബോട്ടിക് ഓണേഴ്സ് വരെ എല്ലാവരും എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു ടൈമില്. ഇപ്പൊ ഈ ഒരു ടൈമിൽ പറയണോ, എല്ലാ ബിസിനസ്സുകൾക്കും ഇപ്പൊ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും, ഒരുവിധം എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, ചെയ്ത് നോക്കുക, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എടുക്കുക, ലേൺ ചെയ്യുക, മാക്സിമം അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഡെയിലി ലേൺ ചെയ്യേണ്ടി വരും. ഡെയിലി 1 hour ഇതിനു വേണ്ടി മാറ്റി വെച്ചേ മതിയാവുള്ളൂ, എത്ര ബിസി ആണെങ്കിലും. ആൻഡ് വീക്ക്ലി റിവ്യൂ, എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്, അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വന്നു, അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും, ഇനി എങ്ങനെ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്റ്റൈലിൽ വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫീൽഡ് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. അപ്സ്കില്ലിങ്ങിന് അത്രയും ഇമ്പോർട്ടൻസ് വരുവാണ്. നല്ല രീതിക്ക് വർക്ക്ഔട്ട് ചെയ്ത് ഉറപ്പായിട്ടും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയൊരു സ്കെയിലോട്ട് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും.
ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ വേറെ ഏത് സെഗ്മെന്റിൽ എടുത്താലും അവർക്കൊരു ഫിക്സഡ് സാലറി നമുക്ക് പറയാം. പക്ഷെ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു സ്കെയിലിൽ നിൽക്കുന്നതല്ല. ഗ്ലോബലി കാറ്റർ ചെയ്യുക. നിങ്ങൾക്കൊരു വലിയൊരു ക്ലയന്റിനെ കിട്ടിയാൽ മാത്രം മതി. എത്രത്തോളം റവന്യൂ അവിടെ നിന്ന് ജനറേറ്റ്, അതിന്റെ ഒരു കമ്മീഷൻ മോഡൽ വർക്ക് ചെയ്യുമ്പോഴും വേരിയബിൾ ആയി ഇൻകം. അടിപൊളി. ഇതിൽ തന്നെ എനിക്ക് ജസ്റ്റ് വോണ്ട് ടു ടച്ച് ഓൺ വൺ തിങ് ദാറ്റ് യു സെഡ് പെർട്ടിക്കുലർലി. യു സ്റ്റാർട്ടഡ് വിത്ത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അതായത് ഓർഗാനിക് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ യൂസ് അത് നമ്മുടെ പ്രൊഡക്റ്റിനെ മനസ്സിലാക്കാനും മാർക്കറ്റ് മനസ്സിലാക്കാനും ആയിരിക്കില്ലേ? ആയിരിക്കണം. ഓക്കെ. പിന്നീടാണ് പെയ്ഡില് ഫോക്കസ് ചെയ്ത് പോകുന്നിടത്തേക്ക് പറഞ്ഞത്. ഇൻട്രസ്റ്റിംഗ്. അതേപോലെ തന്നെ ഒരു സാധനം കൂടെ എനിക്ക് ചോദിക്കാനുള്ള വെച്ചാൽ, ആർ ദർ ഫ്രീ റിസോഴ്സസ് സർട്ടിഫിക്കേഷൻസിനല്ല, സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനല്ല, പഠിക്കാനായിട്ട് ബെസ്റ്റ് ഫ്രീ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? ഉണ്ടോ? സജസ്റ്റ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഗൂഗിളിന്റെ തന്നെ ഫ്രീ ടൂളുകളുണ്ട്, അല്ലെങ്കിൽ ഫ്രീ റിസോഴ്സുകളുണ്ട്. കുറേയധികം കോഴ്സുകളുണ്ട് ഗൂഗിളിന്റെ. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഗൂഗിളിന്റെ ഒരു ഫ്രീ കോഴ്സിൽ നിന്നായിരുന്നു. ഇപ്പോഴും ഗൂഗിൾ അനലിറ്റിക്സ് നമുക്ക് ഏറ്റവും ഇൻഡെപ്ത് ആയിട്ട്, കുറച്ച് ബോറിംഗ് ആണ് ഇനീഷ്യലി ടു സ്റ്റാർട്ട്, നല്ല ബോറിംഗ് ആണ്. അതെ, ടെക്നിക്കൽ കാര്യങ്ങളാണ്. നമുക്ക് ആ ഒരു ഇന്റേണൽ പുഷ് ഉണ്ടെങ്കിൽ മാത്രമേ അത് കംപ്ലീറ്റ് ചെയ്യാൻ. പക്ഷെ അത് ഡയറക്ട്ലി ഫ്രം ഗൂഗിൾ ആണ്. അവിടെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഗൂഗിളിന്റെ തന്നെ ഫ്രീ കോഴ്സുകൾ കുറെ ഉണ്ട്. ആ കോഴ്സുകളെല്ലാം എടുക്കുക. ഫണ്ടമെന്റൽസും നമുക്ക് അപ്സ്കിൽ ചെയ്യാനും കരിയർ സ്വിച്ച് ചെയ്യാനും എല്ലാ ഓപ്ഷൻസുകളും ഉണ്ട്. ഈവൻ ഡാറ്റ അനലിറ്റിക്സ് വരെയും ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എടുത്താൽ ഇതിൽ നിന്ന് നമുക്ക് സെലക്റ്റീവ് ആയിട്ട് എല്ലാം ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഏതാണ് ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു സ്ഥലത്ത് നോക്കുക. അത് നല്ലൊരു റിസോഴ്സ് ആണ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കി നമ്മൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും യൂട്യൂബിലുള്ളതാണ്. പക്ഷെ പ്രോപ്പറായിട്ട് എങ്ങനെ സ്ട്രക്ചറൈസ് ചെയ്യണം, ഏത് ഇൻഫർമേഷൻ നമ്മൾ എടുക്കണം, നോയ്സ് ആണോ അതോ സിഗ്നൽ ആണോ എന്നൊക്കെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അതേപോലെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ദർ ഇസ് എ ഹോൾ പ്ലേലിസ്റ്റ് ഹാക്ക മാർക്കറ്റിംഗ് സ്കൂളിന്റെ ചാനലിലുണ്ട്. ഗൂഗിൾ ആഡ്സിന്റെ അനന്തുവിന്റെ തന്നെ ഉണ്ട്, വേണമെങ്കിൽ അതും കാണാം എന്നുള്ള സാധനമാണ്. പിന്നെ എനിക്ക് ഉള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, വൺ തിങ് ഇഫ് ഐ വെയർ ടു ആഡ്, ഫ്രീ റിസോഴ്സസിൽ പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും പഠിക്കാനായിട്ട് പഠിക്കുക. നിങ്ങളത് ഞാൻ ഇത്ര സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്നുള്ളടത്തേക്കായിട്ട് ചിന്തിക്കാനായിട്ട് പഠിക്കരുത് എന്നുള്ളൊരു സാധനമാണ്. സർട്ടിഫിക്കറ്റ്സ് മാത്രമായിട്ട് സ്കിൽ ഓറിയന്റഡ് ആണിത്. കംപ്ലീറ്റ്ലി സ്കിൽ അറിയോ, പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യാൻ അറിയോ, എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്, അതാണ് ചോദ്യം. അടിപൊളി. താങ്ക് യു സോ മച്ച് അനന്തു. വാസ് ബ്യൂട്ടിഫുൾ ഡിസ്കഷൻ. ഐ ഹോപ്പ് ഇത് കേൾക്കണ എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 45-50 മിനിറ്റ്സ് അടുത്ത് ആയിട്ടുണ്ട്, 1 hour അടുത്ത് ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വുഡ് ഹെൽപ്പ് ദം. അടിപൊളി. താങ്ക് യു.